ഓക്കെ. അപ്പൊ നമ്മൾ ഈ 8 നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട മോഡ്യൂളും മറ്റ് ജനറൽ മോഡ്യൂളും ചേർത്തിട്ടുള്ള മേഖലയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ, 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് പരമാവധി ചോദ്യങ്ങൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ടോ അല്ലേ? ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്: രാജ്യസഭാംഗമായിരുന്ന കഥാകാരൻ ആരാണ്? എസ് കെ പൊറ്റക്കാട്. എസ് കെ ലോക്സഭാംഗമായിരുന്നു, രാജ്യസഭാംഗമല്ല. നമ്മുടെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കണേ. ലോക്സഭാംഗമായിട്ട് അദ്ദേഹം അനുസരിച്ചിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. രാജ്യസഭാംഗം നോമിനേറ്റഡ് ആണ്. TKC വടുതലയാണ് ശരിയായ ഉത്തരം. അദ്ദേഹം നമുക്കറിയാവുന്നത്, അദ്ദേഹം ഈ ഒരു മലയാള സാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ചൊരു ദളിത് റൈറ്റിങ്ങിന്റെ മേഖലയിൽ അദ്ദേഹം നല്ലൊരു ആ മേഖലയിൽ ബ്യൂറോക്രാറ്റുമായിരുന്നു. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സംക്രാന്തി അടവുള്ള കഥകളൊക്കെ അല്ലെ. ലോക ചെറുകഥാ മത്സരത്തിൽ അദ്ദേഹം മാതൃഭൂമി നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിൽ 2 തലമുറകൾ എന്ന് പറയുന്ന ഒരു കഥയിലൂടെയാണ് അദ്ദേഹം വരുന്നത് അല്ലെ. TKC വടുതലയെ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ അംഗീകരിക്കപ്പെടുന്നത് ഈ ദളിത് സാഹിത്യത്തിന്റെ ഒക്കെ ഒരു മുന്നേറ്റം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോ കറ്റയും കൊയ്ത്തും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. അതുപോലെ തന്നെ രാജതലമുറ എന്ന് പറയുന്ന അക്ഷരല്ലേ, അങ്ങനെ വളരെ കുറച്ച് മാത്രം കഥകൾ എഴുതിയിട്ടുള്ള ആളാണ്. എസ് കെ പൊറ്റക്കാട് നമ്മൾ പറഞ്ഞ പോലെ ലോക്സഭാംഗമായിരുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രഥമ മലയാള കൃതി എന്നാണ്? ഭാഷാ സാഹിത്യ ചരിത്രം. അതെ, ഭാഷാ സാഹിത്യ ചരിത്രമാണ്. ഇതെല്ലാം അവാർഡ് കിട്ടിയ കൃതികളാണ്, ആദ്യകാലത്ത് അവാർഡ് കിട്ടിയ കൃതികളാണ്. ഭാഷാ സാഹിത്യ ചരിത്രമാണ് ആർ പണിക്കരുടെ അല്ലെ വളരെ പ്രധാനപ്പെട്ട കൃതി. 1955 ഈ അവാർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. പണ്യ പ്രദ്യോതം, അതുപോലെ തന്നെ തൊട്ടുപിറകെ 56 അല്ലെ ചെമ്മീൻ തകഴിയുടെ നോവൽ എന്ന രീതിയിൽ 57 കേശവമേനോന്റെ ആത്മകഥയായിട്ട് കഴിഞ്ഞ കാലം 58 ആ ക്രമത്തിലാണ് ഈ അവാർഡുകൾ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു അവാർഡ് എന്നുള്ള രീതിയിൽ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മലയാളത്തിലെ ശാസന പഠനങ്ങൾ, ശാസനങ്ങളുമായി ബന്ധപ്പെട്ട ശാസന ഭാഷയും ശാസനങ്ങൾ വ്യാഖ്യാനങ്ങളൊക്കെ ആയിട്ടുള്ള പഠനങ്ങൾ നിർവഹിച്ചതും ഇതിലേത് ജോഡിയാണ് എന്നുള്ളതാണ്. AC ശേഖർ, TA ഗോപിനാഥ റാവു, വെള്ളക്കുളം കുഞ്ഞിപ്പിള്ള, MGS നാരായണൻ, LV രാമസ്വാമിയർ, കേരത്തമ്മ. ഇവരെല്ലാവരും ഭാഷാ പണ്ഡിതരാണ്. TA ഗോപിനാഥ റാവു, AR രാജരാജവർമ്മ, പുൽശ്ശേരി രാമചന്ദ്രൻ, AC ശേഖർ, നായർ, CL ആന്റണി. ഉത്തരം ഏതാണെന്നറിയാവോ? ഉത്തരം A ആണ്. ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, A ആണ് ശരിക്കുള്ള ഉത്തരം. AC ശേഖർ എവല്യൂഷൻ ഓഫ് മലയാളം മോർഫോളജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകം ശാസന ഭാഷയെ കേന്ദ്രീകരിച്ചാണ്. വെള്ളക്കുളം കുഞ്ഞമ്പിള്ളിയും ഈ ശാസനങ്ങൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് പഠനം ഉണ്ടാക്കുകയും ധാരാളം പഠനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ശാസനങ്ങളെ, അതിന്റെ ചരിത്രം, അതുപോലെ തന്നെ ഭാഷ കേന്ദ്രീകരിച്ചുള്ള പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ TA ഗോപിനാഥ റാവു ശാസന മേഖലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. 1902 തിരുവിതാംകൂർ ശിലാശാസന വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ മേലധികാരിയായിരുന്നു ഗോപിനാഥ റാവു. ഇവരൊക്കെയും മാത്രമല്ല നമ്മൾ ഈ തമിഴ് ഇതൊക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഗോപിനാഥ റാവുവിന്റെ പേര് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ശാസന ഭാഷയിൽ ശാസന പഠനങ്ങളിൽ നേതൃത്വം കൊടുത്ത 3 പേര് ഇതിലെ ആദ്യത്തെ ജോഡിയാണ്. ഓക്കെ, ഈ ഒരു മെറ്റഫർ മലയാള കവിതയിൽ നിരന്തരമായിട്ട് ഉപയോഗിക്കപ്പെട്ട മെറ്റഫറാണ് അല്ലെ. കടലിലെ തിരമാലകൾ പോലെ പദാവലി തോന്നണമെന്ന് പ്രാർത്ഥിച്ച പ്രാചീന കവികളുടെ ജോഡി ഏത് എന്നുള്ളതാണ് അല്ലെ. ഉത്തരം എല്ലാവർക്കും അറിയുന്നത്. അതെ, എഴുത്തച്ഛനും അതുപോലെ തന്നെ രാമചരിതം. എഴുത്തച്ഛന്റെ ആ ഒരു കൽപ്പന തന്നെ രാമചരിതത്തിന്റെ സ്വാധീനം അല്ലെ. ജ്ഞാനമെങ്കിൽ വിളയിച്ച് തെളിയിച്ച് നീതൊൽ നായികയെ പരവയിൽ തിരകൾ ഉടനുടൻ അല്ലെ തേനു രാവിലെ പദങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ആദ്യ പാട്ടിൽ വരുന്നൊരു ഭാഗവും, അതുപോലെ തന്നെ ഈ പറയുന്ന വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീയ പദാവലി തോന്നണം കാലേ കാലി എന്ന് പറയുന്ന എഴുത്തച്ഛന്റെ വരികളും വളരെ പ്രസിദ്ധമാണ്. ഓക്കെ,
പ്രാചീന സാഹിത്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ. ഈ പറയുന്ന ഫ്രേസസ് അല്ലെങ്കിൽ ഈ പറയുന്ന പറച്ചിലുകൾ ഏതൊക്കെ കൃതികളിലുള്ളതാണ് എന്നുള്ളത് അവരുടെ അതിന്റെ ഭാഷയെ സംബന്ധിച്ച ഒക്കെയുള്ള അല്ലെങ്കിൽ അവരുടെ കാവ്യ ഉദ്ദേശത്തൊക്കെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആയി നമ്മൾ നിരന്തരമായി സാഹിത്യരത്നങ്ങളിലൊക്കെ കോട്ട് ചെയ്യപ്പെട്ടാണ് ഭാഷാമിശ്രം പൊഴുതുകഥയാമി അല്ലെ. ഭാഷാമിശ്രമിന്റെ ഇകഴാതെ എന്ന് പറയുന്നു. കുഴിയിൽ ചെറിയവർക്ക് അറിയുമാർ ഉര ചെയ്യുവാൻ എന്ന് പറയും, അല്ലെങ്കിൽ ഭടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ എന്ന് പറയും അല്ലെ. കുഞ്ചൻ നമ്പ്യാർ, താമരനെല്ലൂർ ഭാഷ, കണ്ണശന്മാർ, രാമചരിതം അല്ലെ. അത് ആരുടേതാണെന്നുള്ളത് ഭാഷാമിശ്രം പൊഴുതുകഥയാമി എന്ന് പറയുന്നത് മുഹൂർത്ത പദവിയിലല്ലേ അത്, അല്ല മുഹൂർത്ത വിധിയിലല്ലേ അത് ഭാഷാമിശ്രം പൊഴുതുകഥയാമി? ശിവരാത്രി മഹാത്മ്യല്ലേ? ഭാഷാമിശ്രം ഇത് എന്ത് കഴിയാതെയാണ് ശിവരാത്രി മഹാത്മ്യം. പൊഴുതുകഥയാമി മുഹൂർത്ത വിധിയല്ലേ മാഷെ? കണ്ണശന്മാരാണ് ഭാഷാമിശ്രം പൊഴുതുകഥയാമി എന്ന് പറഞ്ഞ് ഈ പറയുന്ന ലീലാതിലകത്തിനകത്ത് ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അത് താമരനെല്ലൂർ ഭാഷ എന്ന് പറയുന്ന ഒരു കൃതിയിൽ നിന്നാണ് എന്നുള്ളതാണ്. ചില സംഗതികളിൽ അത് ഈ പറയുന്നത് പോലെ മുഹൂർത്ത പദവി എന്നൊക്കെ പറയുന്ന പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ താമരനെല്ലൂർ ഭാഷ എന്നുള്ളതാണ് ശരിയായ ഒരു ഒരു ഉത്തരമായിട്ട് വരുന്നത്. ലീലാതിലകത്തിൽ കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഭാഷാമിശ്രവുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല ഉള്ള ചർച്ചയ്ക്കകത്താണ് ഇത് വരുന്നത്. ഉള്ളൂര് അത് അദ്ദേഹത്തിന്റെ സാഹിത്യ ചരിത്രത്തിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. ഓക്കെ, മറ്റേത് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഓപ്ഷൻസ് എന്തായിരുന്നു? ഭാഷാമിശ്രമിന്റെ കിഴാതെ അത് കണ്ണശന്മാര്. അതെ അതെ അതെ. കുഴിയിൽ ചെറിയ പടജനങ്ങളുടെ നടുവിലുള്ള അല്ലെ. ഓപ്ഷൻ ബി കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ. അപ്പൊ അത് വെച്ചിട്ടുള്ള ഓപ്ഷൻ ഏതാന്നുള്ളത് ഓക്കെ. എന്റെ വോളിൽ നമ്മളൊരു പ്രശ്നമുണ്ട്. പറയുന്നത് ജോഡുകളായിരുന്നു. ക്ലിയർ ആണല്ലോ അല്ലെ? ദൃഗണിതം കണ്ടുപിടിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ വൈജ്ഞാനിക സാഹിത്യവുമായി ബന്ധപ്പെടുത്തിയ ഒരു കേരളീയ വൈജ്ഞാനിക സാഹിത്യവുമായി ബന്ധപ്പെടുത്തിയ ചോദ്യമാണ്. ഈ 4 പേരും നമ്മുടെ കേരളീയ ഗണിത പാരമ്പര്യത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഈ പറയുന്ന 14ാം നൂറ്റാണ്ട് ഈ ഒരു കാലഘട്ടത്തിനകത്ത് ഗണിത വിജ്ഞാനി എന്ന് പറയുന്നത് വളരെ പ്രോമിനന്റ് ആയിരുന്നു. അസ്ട്രോണമിയും ഇവിടെ അറിയാം. കുലശേഖരൻ നാടകാലത്തിന്റെ തുടർച്ചയിൽ കുലശങ്കര നാരായണീയത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തന്നെ ഈ പറയുന്ന കടവയാദിയായാലും അല്ലെങ്കിൽ യുക്തിഭാഷ അങ്ങനെ ധാരാളം ആ മേഖലയ്ക്കകത്ത് വർക്ക് വന്നിട്ടുള്ള സമയമാണ്. അപ്പൊ അതിനകത്ത് വളരെ പ്രത്യേകമായൊരു പദ്ധതിയാണ് ഈ ദൃഗണിതം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ആര് എന്നുള്ള ഒരു ചോദ്യമാണ്. അറിയാവർക്കേലും? വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയാണ്. 14ാം നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്നത്. വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയാണ്. ഈ ആര്യഭടീയ ഗണിതത്തെ അടിസ്ഥാനമാക്കി എൻ്റെ ഒരു ഗണനസംഖ്യയും ഗണിതക്രിയയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം സ്വയം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു ജ്യോതിഷ ഗണിത പദ്ധതിയാണ് ദൃഗണിതം എന്ന് പറയുന്നത്. അതൊരു അതുവരെ ഉണ്ടായിരുന്ന ഈ പരഹിത ഗണിതം എന്നൊക്കെ പറയുന്ന അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ തന്നെ ഒരു പരിഷ്കരിച്ച രൂപമാണ് ഈ ദൃഗണിതം എന്ന് പറയുന്നത്. കേരളത്തിൽ വളരെ രീതിയിൽ പ്രോമിനന്റ് ആയിട്ട് വരുന്നത് ഇദ്ദേഹത്തോടു കൂടിയാണ്. വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി എന്ന ജ്യോതിഷ ഗണിതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, ഔദ്യോഗിക ഭാഷാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നുള്ളതാണ്. അതെ, കോമാട്ടിൽ അച്യുതമേനോനാണ്. ഈ പറയുന്ന 4 പേരും അതിനകത്ത് മെമ്പേഴ്സ് ആയിരുന്നു. കെ ഭാസ്കരൻ നായർ മെമ്പർ ആയിരുന്നു, പി ഭാസ്കര പണിക്കർ, കെ ദാമോദരൻ അല്ലെ. പക്ഷെ അതിന്റെ ഈ പറയുന്ന അധ്യക്ഷൻ കോമാട്ടിൽ അച്യുതമേനോനാണ് അല്ലെ. 1961 അല്ലെ ഈ പറയുന്ന EMS മന്ത്രിസഭയുടെ ഒരു കാലത്താണ് ഇത് രൂപീകരിക്കുന്നത്. പിന്നീട് അത് ഈ പറഞ്ഞ പോലെ ദേശീയ തലത്തിൽ തന്നെ ഈ പറയുന്ന ഭരണഘടനയുടെ 344 അനുച്ഛേദത്തിനകത്ത് ഈ പറയുന്ന ഈ ഔദ്യോഗിക ഭാഷയെ സംബന്ധിച്ച സാധനമൊക്കെ വന്നപ്പോൾ അതിനുവേണ്ടി പിന്നീട് ദേശീയ തലത്തിൽ തന്നെ ഈ പറയുന്ന ഇത് രൂപീകരിക്കുകയുണ്ടായി. ദേശീയ തലത്തിൽ തന്നെ അതിനു മുമ്പ് തന്നെ കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ കമ്മീഷൻ EMSന്റെ ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് തന്നെ രൂപീകരിക്കപ്പെടുന്നു. ഓക്കെ, ഒറീസയിലെ കോരപ്പുട്ട് ജില്ലയിൽ ഉള്ള ദ്രാവിഡ ഭാഷ ഏത് എന്നുള്ളതാണ്.
ദ്രാവിഡത്തെ ദക്ഷിണ ദ്രാവിഡം, ഉത്തര ദ്രാവിഡം, മധ്യ ദ്രാവിഡം എന്ന് തിരിക്കുന്നുണ്ട്. അതിനകത്തുള്ള വളരെ അപൂർവമായിട്ടുള്ള ചില ചില ഭാഷകളുണ്ട്. ദക്ഷിണേന്ത്യൻ ഭാഷാഗോത്രം എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ ധാരാളം ഭാഷകൾ, ചെറുഭാഷകൾ ദക്ഷിണേന്ത്യക്ക് പുറത്ത്, ഉത്തരേന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ടൊക്കെ ഉണ്ടെന്നറിയാം. ഇവിടെ ചോദ്യം കോരാപ്പുട്ട് ഒറീസയിലെ ജില്ലയിലുള്ള ദ്രാവിഡ ഭാഷ ഏത് എന്നാണ്. ആർക്കെങ്കിലും അറിയാവോ? കോലാമിയാണോ മാഷെ? അല്ല, കോണ്ടു എന്ന് പറയുന്ന ഒരു ഭാഷ. കോണ്ടു എന്ന് പറയുന്നത്, കോലാമി, പർജി എന്നൊക്കെ പറയുന്നത് ഉത്തരേന്ത്യയിലുള്ള ഭാഷകൾ തന്നെയാണ്. ഈ പറയുന്ന ഭാഷകളൊക്കെ ഉത്തരേന്ത്യയിൽ കാണുന്ന ഭാഷയാണ്. ഒറീസയിലെ ഈ ജില്ലയിലുള്ള ഒരു ദ്രാവിഡ ഭാഷ ആണ് കോണ്ടു എന്ന് പറയുന്ന. അതൊരു അവിടുത്തെ ഒരു ഷെഡ്യൂൾഡ് ട്രൈബിന്റെ, കോണ്ടാദോറ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ഒരു ഒരു ജില്ലയിൽ, അത് ആന്ധ്രാപ്രദേശിലെ ഒരു ജില്ലയിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും 1-2 ജില്ലകളിൽ മാത്രമുള്ള ഒരു ദ്രാവിഡ ഭാഷയാണ് കോണ്ടു എന്ന് പറയുന്ന ദ്രാവിഡ ഭാഷ. ഓക്കെ. ഇന്ത്യൻ ഭാഷകളിൽ കാണുന്ന പ്രതിധ്വനി, എക്കോ വേർഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം, പ്രതിധ്വനി ശബ്ദങ്ങളെ കണ്ടെത്തിയത് ആരാണ് എന്നുള്ളതാണ്. അത് പൊതുവെ ഇന്ത്യൻ കോണ്ടിനെന്റിനകത്തുള്ള ഒരു പ്രത്യേകതയാണ് എന്ന് പറയുന്നതാണ് എക്കോ വേർഡ്സ് എന്ന് പറയുന്ന ഒരു സാധനം. ഒരു എല്ലാ ഭാഷകളിലും അത് കാണാൻ കഴിയും. ഗോത്രഭാഷകളിൽ തന്നെ അത് വളരെ വിപുലമായി അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. ആരാണെന്നറിയാവോ ഈ എക്കോ സൗണ്ട്സ്? ഷൂൾ ബ്ലോക്ക് ആണോ? അതെ, ഷൂൾ ബ്ലോക്ക് ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് പലപ്പോഴും നമ്മളിങ്ങനെ വാക്ക് ഇങ്ങനെ വടാകെട എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരു വാക്ക്, ആ വാക്കിനോട് ചേർന്നിട്ട് നമ്മളൊരു മറ്റൊരു വാക്ക് അടിപിടി എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ അങ്ങനെ പറയുന്ന രണ്ടാമത്തെ വാക്ക് മിക്കവാറും അതൊരു അർത്ഥമൊന്നുമില്ലാത്ത വാക്കായിരിക്കും. അതിനാണ് ഈ എക്കോ വേർഡ്സ് എന്ന് പറയുന്ന അതേമാതിരിയുള്ള കല്ലി വല്ലി എന്നൊക്കെ പറയുന്ന മാതിരി നമ്മളിങ്ങനെ അങ്ങനെ ഉപയോഗിക്കുന്ന തരം സംഗതിയാണ് എക്കോ വേർഡ്സ് എന്ന് പറയും. അത് ഇന്ത്യൻ ഭാഷകളുടെ തന്നെ ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹം പറയും. പ്രതിധ്വനി ശബ്ദങ്ങൾ എന്നാണ് അതിനെ പറയുക. ഓക്കെ. ആഭ്യന്തര ശബ്ദങ്ങളിൽ പെടാത്തത് ഏതാണ്? ആഭ്യന്തര ശബ്ദം എന്ന് പറയുമ്പോൾ നമ്മൾ അധികം പറഞ്ഞ ഇലാദ്രത്തിലെ ചിലത് പറയുന്നുണ്ട്, അതുപോലെ തന്നെ AR രാജരാജസ്വാമിയും പറയുന്നുണ്ടെന്ന് ഓർമ്മയുണ്ടാവണം അല്ലെ. അപ്പൊ അതിപ്പോഴും ഈ ആഭ്യന്തര ശബ്ദത്തിൽ പെടാത്തത് ഏതാണ്? തദ്ഭവമാണ് ആഭ്യന്തര ശബ്ദത്തിൽ പെടാത്തത്. അദ്ദേഹം ശബ്ദ വിഭജന അവസാനം പറയുന്ന അതിലെ ശബ്ദങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്ന് പറയുന്ന സമയത്ത് ഈ ബാഹ്യം ആഭ്യന്തരം എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം ശബ്ദത്തെ കുറിച്ച് ആഭ്യന്തര ശബ്ദങ്ങളിൽ അല്ലെ ഈ പറയുന്ന സ്വന്തം, ദേശി, സാധാരണം എന്ന് പറയുന്ന സാധനങ്ങളാണ് അല്ലെ. അതിനകത്ത് തദ്ഭവം എന്ന് പറയുന്നത് പക്ഷെ ഈ പറഞ്ഞ രൂപഭേദങ്ങളോട് സംസ്കൃതം എന്ന് പറയുന്ന മറ്റു ഭാഷകളിൽ നിന്നൊക്കെ സ്വീകരിക്കുന്ന പദങ്ങളെയാണ് പറയുന്നത്. മലയാള ഭാഷയിൽ തന്നെ പൂർണ്ണമായി രചിച്ച ആദ്യ വ്യാകരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. മലയാളിയുടെ വ്യാകരണം നമുക്കറിയാം. മലയാളിയുടെ വ്യാകരണമാണ് മലയാള ഭാഷയിൽ തന്നെ പൂർണ്ണമായി രചിച്ച ആദ്യത്തെ വ്യാകരണം എന്ന് പറയുന്നത്. കവിത പോലെ തന്നെ പൂർണ്ണതയിൽ എത്തിക്കാവുന്ന അല്ലെങ്കിൽ പൂർണ്ണതയെ ലക്ഷ്യം വയ്ക്കാവുന്ന ഒരു സാഹിത്യ രൂപമാണെന്ന് ചെറുകഥയെ കുറിച്ച് പറഞ്ഞതാര് എന്നാണ്. കവിതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്ത ഒരു കാര്യം, വളരെ പ്രസിദ്ധമായ ഒരു കോട്ടിങ് കൂടിയാണ് അല്ലെ. ആരാണത് പറഞ്ഞത്? MP പോളാണോ? അല്ല, MT വാസുദേവൻ നായർ പറഞ്ഞതാണ്. നമ്മൾ ആ ഒരു ക്ലാസ്സിനകത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത കഥകൾക്ക് അദ്ദേഹം തന്നെ ഒരു മുഖവുര കൊടുക്കുന്നുണ്ട്. MTയുടെ തിരഞ്ഞെടുത്ത കഥകൾക്ക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് ഈ കവിത അതാണ്, അല്ലെങ്കിൽ കവിതയാകാവുന്ന ഒരു സാഹിത്യ രൂപമാണ്, ഗൗരവപ്പെട്ട സാഹിത്യ രൂപമാണ് ചെറുകഥ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനകത്തുള്ള വരികളാണ്. സാമന്തന്മാരായ നാടുവാഴികൾ സാക്ഷികളായി വരുന്ന ശാസനം ഏത് എന്നാണ്? ജൂതശാസനമാണ്. മറ്റുള്ള ശാസനങ്ങളിലൊക്കെ പൊതുവെ ഈ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന യുവരാജാക്കന്മാർ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരിക്കും പൊതുവെ വരിക. പക്ഷെ ഈ നാടുവാഴികൾ സാക്ഷികളായിട്ട് വരുന്ന ശാസനം എന്ന് പറയുന്നത് ജൂതശാസനമാണ്. ജോസഫ് പ്രഭാത് ഈ പറയുന്ന 5 വണ്ണം അല്ലെ അതിന്റെ AD 1000 വന്നിട്ടുള്ള ആ ശാസ്ത്രത്തിന്റെ അകത്താണ് ഈ പറഞ്ഞ നാടുവാഴികൾ സാക്ഷികളായിട്ട് വരുന്ന ശാസ്ത്രമാണ്. അവർക്ക് പ്രത്യേക പദവിയൊക്കെ കൊടുക്കുന്ന ശാസ്ത്രമാണ്, ചില പ്രത്യേക അവകാശങ്ങളൊക്കെ കൊടുക്കുന്ന ശാസ്ത്രമാണ് എന്നറിയാം അല്ലെ. സാമൂതിരി ചോകിര ഗ്രാമത്തെ നശിപ്പിക്കുന്ന സൂചനയുള്ള കൃതി ഏത് എന്നുള്ളതാണ്. വൈശികതന്ത്രം, ഉണ്ണിതിരി സന്ദേശം, ഉണ്ണിയാടി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം. അതെ അതെ, ഈ പറയുന്ന മണിപ്രവാള ചെമ്പുക്കളിൽ ഒന്നാണ് ഉണ്ണിച്ചിരുദേവി അല്ലെ. പാതിരി ദേവേന്ദ്രൻ ഭൂമിയിലേക്ക് വരുന്ന അല്ലെ. അതൊരു പന്നിയൂർ ഗ്രാമക്കാരനെ നിരന്തരം ഈ പറയുന്ന
ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന, അല്ലെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ശുകുപരം ഗ്രാമക്കാരനായിരിക്കാം, അല്ലെ, മറവഞ്ചേരി നമ്പൂതിരിമാരിൽ ഒരാളെങ്കിലും ആവാന്നൊക്കെയാണ് ഈ പറയുന്ന കൃഷ്ണൻ നായരെ പോലുള്ളവരൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു കണക്കറ്റ് കളിയാക്കുന്നുണ്ട്. അതിനകത്ത് ഈ പറയുന്ന ചോകിരം, അല്ലെ, പന്നിയൂർ ചോകിരം സംഘർഷത്തിനകത്ത് ഈ പറയുന്ന പന്നിയൂർ ഗ്രാമത്തിന്റെ ഭാഗമായിരുന്നു സാമൂതിരിയുടെ ഇത് നമുക്കറിയാം. അത് ഓർമ്മയുണ്ടാവണം. മാതൃഭാഷയുടെ പോരാളി എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ് എന്നുള്ളതാണ്, അല്ലെ. ഈ 4 പേരും ഈ പറയുന്നത് പോലെ മലബാറിലെ മാപ്പിള സാഹിത്യത്തിനകത്ത് വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ആളുകളാണ്, അല്ലെ. മൊയിൻകുട്ടി വൈദ്യർ, മക്കീത്തങ്ങൾ, കുഞ്ഞായൻ മുസ്ലിയാർ, ഖാസി മുഹമ്മദ്. മക്കീത്തങ്ങളാണ് ശരിയായ ഉത്തരം. കാരണം ഇവരെല്ലാം ഈ പറഞ്ഞ പോലെ മാപ്പിള പാട്ടുകൾക്കകത്ത് സംഭാവന ചെയ്ത ആളാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട മക്കീത്തങ്ങളാണ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രീതിയിൽ ഈ പറയുന്ന ഇസ്ലാമിക നിയമങ്ങളെയും പ്രബോധനങ്ങളെയും അല്ലെങ്കിൽ അതിന്റെ പ്രമാണങ്ങളെയും ഒക്കെ മലയാളത്തിൽ, പ്രാർത്ഥനകളും ഒക്കെ മലയാളത്തിലേക്ക് കൊണ്ടുവരികയും ആധുനിക സ്ത്രീ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അതുപോലെ പത്രപ്രവർത്തനം, അല്ലെ, അങ്ങനെ മലയാള ഭാഷയ്ക്ക് വേണ്ടി, അല്ലെ, ഈ ജോർജ് മാത്തനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിക്കൊണ്ട് ഈ പറയുന്ന കാരണം അതൊരു മലയാളം അറബിയിൽ തന്നെ ആകണം എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്ന ഒരു കാലത്താണ് മലയാള ഭാഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്ന മാതൃഭാഷയ്ക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പറഞ്ഞൊരാളുടെ സയ്യിദ് സനാഉല്ല മക്കീത്തങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാതൃഭാഷയുടെ പോരാളി എന്ന് പറയുന്ന ഒരു പ്രധാന കാരണം മലയാളി കേരളീയ മുസ്ലിങ്ങളുടെ മാതൃഭാഷ മലയാളമാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അറബി മലയാളം അല്ല വേണ്ടത് എന്ന് പറയുന്ന ഒരു മലയാള ലിപിയിൽ അദ്ദേഹം ഈ കഠോര കുഠാരം എന്നൊക്കെ പറയുന്ന, അല്ലെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഓർമ്മയുണ്ടാവണം, അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പാഠശാലകളിലൊക്കെ ഈ മൗലികമാരുടെ പൗരോഹിത്യത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ അന്യഭാഷ എന്ന് പറയുന്ന ഒരു സംഗതി കാരണമാവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്തി ഹൃദയത്തോട് ചേരണമെങ്കിൽ അത് പ്രാർത്ഥന മാതൃഭാഷയിലാകണം എന്ന് വാദിച്ച ഒരാളാണ് മക്കീത്തങ്ങൾ. അദ്ദേഹം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഷാസ്വത്വമൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം പറയുന്ന ഒരു പേരാണ് മക്കീത്തങ്ങളുടേത്. ഓക്കെ. കുഞ്ചൻ നമ്പ്യാർ പരാമർശിക്കുന്ന സാങ്കല്പിക ഭരണാധികാരി ആര് എന്നുള്ളത്? അതെ, ഉലകുട പെരുമാൾ സാങ്കല്പിക ഭരണാധികാരി എന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ധാരാളം ഉലകുടയ പെരുമാൾ പാട്ടുകൾ നമുക്ക്, പെരുമാൾ സ്വാമി എന്നൊക്കെ പറയുന്ന, അല്ലെ, ഒരു ആരാധന മൂർത്തിയായിട്ട് തന്നെ ഒരാൾ പാണ്ഡ്യരാജ്യത്തെ ഒരു രാജാവിനെ സംബന്ധിച്ചൊക്കെ ചില സൂചനകൾ, അങ്ങനെയുള്ള അത്തരം പാട്ടുകളൊക്കെ ഈ പറയുന്ന തമ്പുരാൻ പാട്ടുകൾ എന്നൊക്കെ പറയുന്ന പാട്ടുകളിലൊക്കെ ധാരാളം വരുന്ന ഒരു കഥാപാത്രമാണ്. പടയണിയിലും ഈ പറയുന്ന കഥാപാത്രം വരുന്നുണ്ട്. അപ്പൊ പടയണിയിലും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ പടയണിയിൽ വരുന്ന ഈ ഉലകുട പെരുമാളിന്റെ ഒരു പരാമർശം യക്ഷിക്കോലത്തിലും അല്ലെങ്കിൽ മാടനതിലൊക്കെ കാണുന്ന സംഗതിയാണ്. അതിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ഘോഷയാത്രയിൽ, അല്ലെ, ഈ പറയുന്ന ഈ തമ്പുരാൻ പാട്ടിൽ നിന്നൊക്കെ അദ്ദേഹം ഈ ഉലകുടയ പെരുമാൾ പാട്ടിനെ അദ്ദേഹം പക്ഷേ ഈ ഒരു രാജാവായിട്ട് കൊണ്ടുവരികയും അയാൾ വാഴുന്ന കാലത്തിന്റെ വിചിത്രമായ കുറെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഭാഗം ഓർമ്മയുണ്ടാവും. ഓക്കെ. CH നായരുടെ രാമായണ നാടകങ്ങൾ കാലക്രമം അനുസരിച്ച് ഏതാണ് എന്നുള്ളതാണ്, അല്ലെ, ചോദ്യം. കാഞ്ചനസീത, സാകേതം, അല്ലെ. കാഞ്ചനസീത 1961 വരുന്നത്. കുറെ കഴിഞ്ഞിട്ടാണ് സാകേതം 75 വരുന്നത്. തൊട്ട് 10 വർഷം ലക്ഷ്മി എന്ന് പറയുന്ന ഇത് വരുന്നുണ്ട്, അല്ലെ. CH നായരുടെ പ്രധാനപ്പെട്ട രാമായണ നാടകങ്ങളെ കുറിച്ച്, അല്ലെ, അദ്ദേഹത്തിന്റെ തനത് നാടകമായിട്ടുള്ള കരി എന്ന് പറയുന്ന ഒരു നാടകം, അല്ലെ, പിന്നെ ഈ പറയുന്ന കേരളഭൂഷണത്തിന്റെ പത്രാധിപരായിരുന്നു, ദേശബന്ധു വാരികയുടെ പത്രാധിപരായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. കുട്ടികളുടെ ജിജ്ഞാസ പ്രകൃതിയുടെ സമ്മാനമാണ്, അത് അധ്യാപകൻ കഴിയുന്നതും പ്രയോജനപ്പെടുത്തണമെന്നും പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ്, അല്ലെ. പിയാഷെ, വിദ്യാഭ്യാസ, റൂസോ, അല്ലെ. ആണെന്നറിയാവോ? അതായത് ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന സാധനത്തെ ഈ പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സംഗതിയായിട്ട് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെ. അതിന്റെ പേരിൽ അദ്ദേഹം ഒരു ആശയാധാന മാതൃക എന്നൊക്കെ പറയുന്ന ഒരു മാതൃകയൊക്കെ അദ്ദേഹം രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആരാന്നറിയാവോ? പെസ്റ്റലോസി ആണോ? അല്ല, ബ്രൂണറാണ്.
അതായത് വളരെ ഒരു നാച്ചുറൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ആൾറെഡി ഉണ്ട് എന്നുള്ളതും അല്ലെ. അതായത് ഈ ലോകത്തെ മനസ്സിലാക്കിയെടുക്കാൻ ഉള്ള ഒരു അല്ലെങ്കിൽ ലോകത്തെ സെൻസ് ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർക്ക് ഉണ്ടെന്നുള്ളൂ. അപ്പൊ ആ ക്യൂരിയോസിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഈ പറയുന്ന എഡ്യൂക്കേഷൻ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ആ രീതിയിൽ പഠന പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് ഈ പറയുന്ന ഈ സ്പൈർ ചാക്രിക ആരോഹണ രീതി എന്നൊക്കെ ഈ കരിക്കുലത്തിനകത്തൊരു ചാക്രിക ആരോഹണ രീതി ഉണ്ടാവണം എന്നൊക്കെ പറയുന്ന പിന്നെ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്ന ഒരു ആശയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഗതി. ഡിസ്കവറി ലേണിംഗ് അല്ലെ, സ്പൈറൽ കരിക്കുലം എന്നൊക്കെ പറയുന്ന ആശയം കൊണ്ടുവന്ന ഒരാളാണ്. മാത്രമല്ല ഈ സാമൂഹ്യ മറ്റേ ജ്ഞാന നിർമ്മിതി എന്ന് പറഞ്ഞ വൈഗോട്സ്കിയുടെ ആശയത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള വന്നൊരാൾ കൂടിയാണ് നമ്മൾ നേരത്തെ പറയണ്ടേ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആശയമാണിത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചിങ് മെത്തഡോളജിയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് വരാവുന്നൊരു ചോദ്യമാണത്. ഒരു സമയത്ത് ഒരു കഴിവ് മാത്രം വികസിപ്പിക്കാൻ സാധ്യതയുള്ള ബോധന രീതി ഏത് എന്നുള്ളതാണ് അല്ലെ. അറിയാവോ? ഇതെല്ലാം പലതരം രീതികളാണല്ലേ. നമ്മൾ ഈ പറഞ്ഞ ബോധന രീതിയിൽ നമ്മൾ പരിചയപ്പെട്ട സംഗതിയാണ് ഈ പറഞ്ഞ കൊളാബറേറ്റീവ് ലേണിംഗ്, ബോധസംഗതി, സംഘബോധനം എന്ന് പറയുന്നത്, പ്രസംഗ രീതി അല്ലെങ്കിൽ പ്രോജക്റ്റ് രീതി അല്ലെ, മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെ. മൈക്രോ ടീച്ചിങ്, സൂക്ഷ്മ നിലവാര ബോധനം എന്നാണ് മലയാളത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ പറയുന്ന ഒരൊറ്റ സാധനത്തെ മാത്രം 1961 ഈ പറയുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ് ഈ പറയുന്ന അലൻ എന്ന് പറയുന്ന അങ്ങനെ ഒരാളാണ് അത് കൊണ്ടുവരുന്നത്. അതായത് ഒരുപാട് സങ്കീർണ സ്വഭാവമുള്ള ഒരുപാട് സ്കിൽസ് ഉള്ള സംഗതിയിൽ നിന്ന് ഒരു പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഭാഷാധ്യാപനത്തിനകത്തൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സങ്കീർണമായ ഒരു അധ്യാപന പ്രക്രിയയെ ലളിതമാക്കുക എന്നുള്ള രീതിയിലാണ്. അത് ചെറിയൊരു ഗ്രൂപ്പിന് 5-10 കുട്ടികൾ മാത്രമുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ഒരു 5-10 മിനിറ്റ് സമയം എടുത്തുകൊണ്ട് ഒരൊറ്റ സാധനത്തെ മാത്രം ഫോക്കസ് ചെയ്ത് നടത്തുന്ന ഒരുതരം ടീച്ചിങ് മെത്തേഡിനെയാണ് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കാര്യത്തെ മാത്രം അല്ലെ, ക്ലാസ്സിന്റെ സമയം ചുരുക്കുക, ക്ലാസ്സിന്റെ വലുപ്പം ചുരുക്കുക, അതുപോലെ തന്നെ ഒരൊറ്റ കാര്യത്തെ മാത്രം ചെയ്യുന്ന ഒരു സംഗതി. അപ്പൊ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ട് നടത്താനുള്ള ഒരു പഠന പ്രക്രിയ രീതിയാണ് ഈ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് ഓർമ്മയുണ്ടാവണം അല്ലെ. അതിന് കുറെ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. അതിന്റെ വിശദാംശങ്ങളൊന്നും ആവശ്യപ്പെട്ട് നിങ്ങൾക്കില്ല അല്ലെ. എന്തായാലും മലയാളം ക്ലാസിക്കൽ ഭാഷ, ശ്രേഷ്ഠ ഭാഷാ പദവിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. എന്നാണ് മലയാളം ക്ലാസിക്കൽ ഭാഷയായി അംഗീകരിക്കപ്പെട്ടത് അല്ലെ? 2012 ചിലപ്പോൾ വർഷം അല്ലെ, ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം. അതുകൊണ്ട് ഞാനതിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയ ചില മറ്റ് ക്ലാസിക്കൽ ഭാഷയല്ലാത്തത് ഏത്, ആദ്യം ക്ലാസിക്കൽ ഭാഷയായത് ഏത്, ഏറ്റവും അവസാനം ക്ലാസിക്കൽ ഭാഷാ പദവി കിട്ടിയത്, അങ്ങനെയുള്ള പല പല ചോദ്യങ്ങളും അതിനകത്ത് വരാം. അപ്പൊ അത് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഡേറ്റുകളും ക്ലാസിക്കൽ ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് എത്തിയിരിക്കുന്നത് അല്ലെ. 12 ഒക്ടോബർ 2004 എന്ന് പറയുന്നത് ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷ. 12 ഒക്ടോബർ 2004 ആണ് ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷയായിട്ട് അല്ലെ തമിഴിന് അംഗീകാരം കിട്ടുന്നത് അല്ലെ. മലയാളത്തിന് അംഗീകാരം കിട്ടുന്നത് 2013 അല്ലെ. 2013 മെയ് 23 അംഗീകാരം കിട്ടുന്നത് അല്ലെ. ഒഡിയ ഭാഷയ്ക്ക് അംഗീകാരം കിട്ടുന്നത് 2014 ഫെബ്രുവരി 20 അല്ലെ. ഒഡിയ ഭാഷയ്ക്ക് അംഗീകാരം കിട്ടുന്നത്. അപ്പൊ ആ ഒരു 2004 ചില ക്രൈറ്റീരിയകൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ചിലപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ അല്ലെ ചില ചോദ്യങ്ങൾ വരാം അല്ലെ. 4 ക്രൈറ്റീരിയയാണ് അല്ലെ. ഈ പറയുന്ന 1500-2000 വർഷത്തെ പഴക്കം ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ഒരു ശ്രേഷ്ഠ സാഹിത്യം ഉണ്ടായിരിക്കണം. ഈ പോയട്രി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവണം അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന എന്താ പറയാ മറ്റതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു പാരമ്പര്യം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന കവിത മാത്രമല്ല മറ്റ് ലിഖിത രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. വാമൊഴി കവിതകൾ മാത്രമല്ല, എപ്പിഗ്രാഫി പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ് ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടാവുന്നത്. അതിനൊക്കെ അടിസ്ഥാനത്തിലാണ് 2012 ഡിസംബർ ആണ് കേരള ഗവൺമെന്റ് ഈ പറയുന്ന ക്ലാസിക്കൽ ഭാഷയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ നൽകുന്നത്. അത് അംഗീകരിക്കപ്പെടുന്നത് ഈ പറയുന്ന 2013 ഇപ്പൊ 2024 വീണ്ടും അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തുകയും പുതിയ ക്രൈറ്റീരിയ ഒക്കെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡേറ്റുകളൊക്കെയും ആ രീതിയിൽ പ്രധാനമാണ്. ഓരോ മറ്റേ ക്ലാസിക്കൽ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെ ഓർമ്മയുണ്ടാവും. സ്കൂൾ നിരാസം എന്ന ആശയം ആരുടേതാണ് എന്നുള്ളതാണ്. ഓരോ പ്രെയർ അല്ലെ,
തെത്സുക്കോ കൊറിയനഗി, അല്ലെ റൂസോ, ഇവാൻ ഇലിച്ച്, ഇവരൊക്കെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ബദലാശയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണ് അല്ലെ. ഇതിനകത്ത് സ്കൂൾ നിരാസം എന്ന് പറയുന്ന ഒരു ആശയം ആരുടേതാണെന്നാണ് ചോദ്യം. പൗലോ ഫ്രയർ ആണ് പക്ഷെ ഡീ സ്കൂളിംഗ് എന്ന് പറയുന്ന ആശയം അല്ലെ, ഇവാൻ ഇലിച്ച് ആണ് അല്ലെ. പൗലോ ഫ്രയർ വിമോചന വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് അല്ലെ. എഡ്യൂക്കേഷൻ ഫോർ ലിബറേഷൻ എന്നൊക്കെ പറയുന്ന ഒരു ആശയമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഡീ സ്കൂളിംഗ് എന്ന് പറയുന്ന അദ്ദേഹം ഈ ഹോം സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു വീട്ടിലിരുന്ന് പഠിക്കുക, ഈ സ്കൂൾ എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് വീട്ടിൽ പഠിക്കുന്ന, അപ്പൊ ഹോം സ്കൂളിങ്ങിനും സ്കൂളിങ്ങിനും ഇടയിലുള്ള ഒരു ഘട്ടമായിട്ട് അദ്ദേഹം ഡീ സ്കൂളിംഗ് അല്ലെങ്കിൽ സ്കൂൾ നിരാസം എന്ന് പറയുന്ന ഒരാശയം അദ്ദേഹം ഈ പറയുന്ന 1971 വരുന്നത്. കാരണം ഈ ഹോം സ്കൂളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പായി സ്കൂൾ വിദ്യാഭ്യാസം വിട്ടു പോരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പരിവർത്തന ഘട്ടത്തിനകത്ത് ചെയ്യേണ്ട കുറെ കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഡീ സ്കൂളിങ്ങുമായി ബന്ധപ്പെടുത്തിയ ഒരു ആശയം അദ്ദേഹം കൊണ്ടുവരുന്നത്. അതായത് സ്വയം നിർണ്ണയിക്കാനുള്ള ഒരു കഴിവ്, പഠിക്കാനുള്ള സ്വയം പഠിക്കാനും അതുപോലെ സ്വയം വികസിക്കാനുമുള്ള ഒരു ശേഷി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഉള്ള ഒരു മെക്കാനിക്സ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഡീ സ്കൂളിംഗ് എന്ന് പറയുന്ന സംഗതി കൊണ്ടുവരുന്നു. പിന്നീട് നമ്മുടെ NCF ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ KCF ഒക്കെ വരുമ്പോൾ ഈ ഡീ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തുകയും അങ്ങനെയാണ് ഈ സ്കൂളിന് പുറത്തുള്ള പലതരം പ്രക്രിയകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഒക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ വരും. ഡീ സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു ആശയം കൂടെ അതിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ബാക്കിയുള്ള 4 പേരും എന്താണെന്ന് നമുക്ക് അറിയാം. കൊറിയാണെങ്കിൽ ടോട്ടോചാൻ എന്ന് പറയുന്ന അല്ലെ ഒരു പ്രത്യേക സ്കൂളിനെ കൊണ്ടുവന്ന അവിടുത്തെ ഒരു അധ്യാപകന്റെ പേരൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രത്യേകതരം സ്കൂളിനെ, ഒരു പരീക്ഷണാത്മക സ്വഭാവത്തിലുള്ള സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെ ഒരു കൃതി വളരെ പ്രസിദ്ധമായിട്ട് ടോട്ടോചാൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ള ആളാണെന്ന് അറിയാം അല്ലെ. ഒരു പ്രശ്നോന്നത വിദ്യാഭ്യാസം എന്ന രീതി ഏത് ആശയവുമായി ബന്ധപ്പെട്ടതാണ്? വിദ്യാഭ്യാസം വിമോചനത്തിന് സാമൂഹ്യ ജ്ഞാന നിർമ്മിതി, ഹ്യൂറിസ്റ്റിക് വിദ്യാഭ്യാസം, ഇതൊക്കെയും ഈ പറയുന്നത് പോലെ ഒരു ബദൽ സംഗതിയിലാണ്. അതിനകത്ത് ഈ പ്രശ്നോന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പ്രശ്നപരിഹാര വിദ്യാഭ്യാസം എന്നും പറയാം. പ്രശ്നപരിഹാര വിദ്യാഭ്യാസം എന്ന് പറയുന്ന രീതിയിലും അത് പറയാം. സോൾവിങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാശയം. പ്രോബ്ലങ്ങൾ ഉന്നയിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പ്രോബ്ലം സോൾവിങ്ങിനേക്കാൾ പ്രോബ്ലം പോസിംഗ് എന്ന് പറയുന്നത്, പ്രോബ്ലം മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പൗലോ ഫ്രയറിന്റെ വിദ്യാഭ്യാസം വിമോചനത്തിന് എന്ന് പറയുന്നത് പ്രോബ്ലം വിദ്യാഭ്യാസം വിമോചനത്തിന് എന്ന് പറയുമ്പോൾ നിലനിൽക്കുന്ന വ്യവസ്ഥകളെയും അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെന്റിനെയും ചോദ്യം ചെയ്യാനുള്ള ഒരു ശേഷിയാണ് ഡയലോഗ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡയലോഗ് ഇൻ ബിറ്റ്വീൻ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യുക, എല്ലാറ്റിനെയും ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ വിമർശാത്മക ചിന്ത എന്നൊക്കെ പറഞ്ഞ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ആശയമാണ്. അപ്പൊ ക്രിട്ടിക്കൽ കോൺഷ്യസ്നെസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങളെ കണ്ടെത്തുകയും അവയെ എന്താ പറയാ അവയെ വികസിപ്പിച്ചെടുക്കുകയും ചെയ്യാനുള്ള ഒരു ശേഷി ഉണ്ടാക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത്. അപ്പൊ നിലനിൽക്കുന്ന സിസ്റ്റത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന, അപ്പോൾ ഒരുതരം വിമോചനാത്മകമായ ചിന്ത ആണ് വിദ്യാഭ്യാസത്തിനകത്ത് ഉണ്ടാവേണ്ടത് എന്ന് പറയുന്ന ഒരു ലേണർ സെൻട്രിക് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് വിദ്യാഭ്യാസം വിമോചനത്തിന്, എഡ്യൂക്കേഷൻ ഫോർ ലിബറേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരുന്നു അല്ലെ. ഈ പറഞ്ഞ പോലെ സാധാരണ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ നിലനിർത്തുന്നതിനും അല്ലെങ്കിൽ അതിനെ അതിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഓരോ വ്യക്തികളെയും സ്വതന്ത്രമാക്കുന്ന വിദ്യാഭ്യാസം, വളരെ ഒപ്രസീവായ സിസ്റ്റത്തിൽ നിന്നൊക്കെ സ്വതന്ത്രമാക്കുന്ന ജനാധിപത്യ വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്ന് പറയുന്ന ഈ ഓവർകമ്മിങ് ഓപ്രഷൻ എന്ന് പറയുന്ന, അവിടെയാണ് മർദ്ദക ഉപകരണമായിട്ട് അധ്യാപകൻ മാറുന്നത്. അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ അദ്ദേഹം പറയും അല്ലെ. അത് ഓർമ്മയുണ്ടാവണം. ഇന്ത്യയിലെ ശരാശരി സ്കൂൾ വർഷം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ ശരാശരി സ്കൂൾ വർഷം, നമ്മുടെ സ്കൂളിംഗ് എന്നുള്ള വർഷമല്ല അത് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമ്മള് ഇയർ ഓഫ് സ്കൂളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തം സ്കൂളിംഗ് ഇയർ അല്ല. അത് നമുക്ക് അറിയാവുന്ന 10+2 എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. മറിച്ച് മൊത്തം എൻറോൾ ചെയ്യപ്പെടുന്ന കുട്ടികളിൽ ശരാശരി കുട്ടികൾ എത്ര വരെ പോകുന്നു എന്നുള്ളതിന്റെ ഒരു കണക്കാണ് ഈ ആവറേജ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുന്ന സാധനം. അത് ആ പ്രദേശത്തെ വിദ്യാഭ്യാസ നിലവാരവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. 8.7, 11.9, 6.7, 10.2. അറിയാവോ ആർക്കെങ്കിലും?
ഓക്കെ, 8.7 എന്നുള്ളത് ആഗോളതലത്തിൽ ഇപ്പോ ഈ മറ്റേ ഇത് UNDP ആണ് ഇതിന്റെ കണക്കെടുക്കുന്നത്. ആഗോളതലത്തിൽ മൊത്തം രാജ്യങ്ങളിലുള്ള കുട്ടികളിൽ ഉള്ള ഒരു കണക്കാണ്. ഇയർ ഓഫ് സ്കൂളിംഗ് ആണ് 8.7 എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയിൽ അത് 6.7 ആണ്. ഓക്കെ, ഇന്ത്യയിൽ അത് 6.7 ആണ് ഇന്ത്യയിലുള്ളത് അല്ലെ. കേരളം ആണ് ഈ പറയുന്ന അതിനകത്ത്. കേരളത്തിൻ്റെത് ചോദ്യം വരാം. കേരളത്തിൻ്റെത് എത്ര എന്നറിയാമോ? ആർക്കെങ്കിലും? കേരളത്തിന്റെ ശരാശരി സ്കൂൾ വർഷം എന്ന് പറയുന്നത് 10.2 ആണ്. 10-ന് മീതെ ഒരു ഇതുള്ള ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ്, 10.2 എന്ന് പറയുന്നത്. അതിന് താഴെ 1-2 സ്റ്റേറ്റുകൾ, മഹാരാഷ്ട്ര പോലുള്ള സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. പക്ഷെ പൊതുവെ വളരെ ആ ഒരു വ്യത്യാസമുണ്ട്. 10.2 എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു കണക്കാണത് കേരളത്തിൻ്റെത്. ഓക്കെ, മഹാരാഷ്ട്രയും പഞ്ചാബുമാണ് കേരളത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന പ്രദേശം. അപ്പൊ ഇത് ചോദിക്കാവുന്നൊരു നല്ല ചോദ്യമാണ്, ഓർമ്മയുണ്ടാവും. 11.9 എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് ആണ്. അതായത് 12-ൽ 11.9 വർഷമെങ്കിലും സ്കൂളിൽ ഉണ്ടായിരിക്കണം എന്നുള്ള UNDP മുന്നോട്ട് വയ്ക്കുന്ന ഒരു കണക്കാണ് 11.9. അതിന് വളരെ താഴെയാണ് ഇന്ത്യയിലെ ശരാശരി സ്കൂൾ വർഷം എന്നാണ് ഈ കണക്ക് കാണിക്കുന്നത്. ക്ലിയർ? ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കല്ലായിൽ ഒരു പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് എന്നായിരുന്നു എന്നാണ്. 1848. അറിയാവോ? അതെ, 1848 അല്ലെ ഇവിടുത്തെ ഈ പറയുന്ന ആദ്യത്തെ ഈ പറയുന്ന ഇംഗ്ലീഷ് സ്കൂള് വരുന്നത്. അവർ ഏതാണ്ടൊരു ഈ 1815 തൊട്ടിട്ടാണ് ഈ ഒരു ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്ന അല്ലെ ഈ പറയുന്ന ബേസൽ പട്ടണം, സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു പട്ടണമാണ് ഈ പറയുന്ന ക്രിസ്തുമത പ്രചാരണത്തിന് വേണ്ടി അവിടെ രൂപീകരിക്കപ്പെട്ട ഒരു മിഷണറി സംഘടനയാണ് ഈ ബേസൽ മിഷൻ എന്ന് പറയുന്നത്. അവര് ഇന്ത്യ അടക്കമുള്ള പല സ്ഥലങ്ങളിലേക്കും ഈ പറയുന്ന എന്താ പറയാ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ജർമ്മൻ മിഷൻ സൊസൈറ്റി ആയിട്ടൊക്കെയാണ് അത് ഫോം ചെയ്ത് വന്നത്. അവർ പല പല രാജ്യങ്ങളിലേക്ക് വരുന്നു അല്ലെ. ഇന്ത്യയിൽ 1834 അവർ വരുന്നത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ കേന്ദ്രം എന്ന് പറയുന്ന, പ്രവർത്തന കേന്ദ്രം എന്ന് പറയുന്ന തലശ്ശേരി, കോഴിക്കോട് ഈ പ്രദേശത്തായിരുന്നു അല്ലെ. അവരങ്ങനെ ചില അല്ലെങ്കിൽ ഈ ഒരു ഈ പറഞ്ഞ വടക്കൻ കേരളത്തിലായിരുന്നു. പക്ഷെ മംഗലാപുരം അവരുടെ പ്രധാനപ്പെട്ട സംഗതിയാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓട്ട് കമ്പനി വെക്കുന്നതൊക്കെ അവരാണ് അല്ലെ. ഓട്ട് കമ്പനി മംഗലാപുരത്ത് ഈ പറയുന്ന ഓട്ട് കമ്പനി അത് പിന്നീട് കോഴിക്കോട് കടന്നു വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് അവർ ഒരു ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂള് ഇവര് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മറ്റേ കോഴിക്കോടിനടുത്ത് രൂപീകരിക്കപ്പെടുന്നത് പ്രൈമറി സ്കൂളായിട്ടല്ലേ. അത് ഇപ്പൊ എന്താണ് അതിന്റെ പേരെന്ന് അറിയാമോ? ആർക്കേലും? മലബാർ ക്രിസ്ത്യൻ കോളേജാണ് അല്ലെ. MCC മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹിസ്റ്ററി അങ്ങനെയാണ്. മലബാർ ക്രിസ്ത്യൻ കോളേജാണ്. ഓക്കെ. സിംഹള സിംഹം എന്ന് വിളിച്ചിരുന്നത് ആരെയാണ് എന്നാണ്? C. കേശവൻ. C. കേശവനെയാണ് അല്ലെ. സിംഹള സിംഹം എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു നവോത്ഥാന നായകനാണ് C. കേശവൻ അല്ലെ. കൊല്ലം വയനാട് ജനിച്ചില്ല. അദ്ദേഹം ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഒരു നേതാവായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അദ്ദേഹം നടത്തിയ അതിപ്രസിദ്ധമായ അല്ലെ കോഴഞ്ചേരി പ്രസംഗം 1935 അല്ലെ. കോഴഞ്ചേരി പ്രസംഗം അല്ലേ ആത്മകഥയുടെ ഒരു മണ്ഡലത്തിൽ നമ്മൾ ജീവിത സമരം എന്ന് പറയുന്ന അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായ ആത്മകഥ അല്ലെ. അങ്ങനെ പലതരത്തിൽ നമ്മൾ C. കേശവനെ അറിയാം. അദ്ദേഹം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അല്ലെ. തിരുക്കൊച്ചി മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന അദ്ദേഹത്തിനെയാണ് സിംഹള സിംഹം എന്ന് വിളിച്ചിരുന്നത്. കേരള പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് എന്നാണ്? അങ്ങനെ സഭകൾ സ്ഥാപിച്ച ആൾക്കാരാണ് ആ മേഖല അല്ലെ. അയ്യങ്കാളി ഉണ്ട് അല്ലെ. ഈ പുലയ സമുദായത്തിന്റെ മണ്ഡലത്തിലൊക്കെ പ്രവർത്തിച്ചാണ്. പണ്ഡിറ്റ് കറുപ്പനായാലും അല്ലെ, TK ചാത്തൻ മാസ്റ്റർ, KP വള്ളം. ഇതാരാണ്? അല്ല, അത് സാധുജന പരിപാലന സംഘമല്ലേ. തമ്മിൽ മാറരുത് എപ്പോഴും. കേരള പുലയർ മഹാസഭ KPMS എന്ന് പറയുന്ന ഇത് ചെയ്യുന്നത് അല്ലെ 1900 TK ചാത്തൻ മാസ്റ്ററാണ് അല്ലെ. അദ്ദേഹം ഈ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ ജാതി പട്ടികക്ഷേമ വകുപ്പിന് മന്ത്രിയൊക്കെ ആയിരുന്നു അല്ലെ. അപ്പൊ വളരെ വൈകിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണ് ഈ ഒരു
ഈ കൊച്ചി തിരുവിതാംകൂറിലുണ്ടായിരുന്ന ഈ പുലയ സംഘടനകളെ ഏകോപിച്ചുകൊണ്ട് ഒറ്റ സംഘടനയാണ് KPMS എന്ന് പറയുന്ന ഈ പറയുന്ന പുലയർക്കായൊരു സംഘടന എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊള്ളുന്നു അല്ലെ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് അല്ലെ. കൊച്ചി പുലയർ മഹാജനസഭ ആരുടേതാണ്? ആരാ രൂപീകരിച്ച് കൊച്ചി പുലയർ മഹാജനസഭ എന്ന് പറയുന്നത്? അത് പണ്ഡിറ്റ് കറുപ്പൻ അല്ലെ. മറ്റേത് സാധാരണ അല്ല. അതുപോലെ കൃഷ്ണാദി ആശാൻ പറയുന്നില്ലേ, അതൊന്ന് കൊച്ചി പുലയ മഹാസഭയായിട്ട് ബന്ധപ്പെട്ടിട്ട് കൃഷ്ണാദി ആശാന്റെ പേരും പറയുന്നില്ലേ, അത് രണ്ടും കൂടെ എപ്പോ കൺഫ്യൂഷനാണ് തമ്മിൽ മാറുന്നതല്ലേ. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു മറ്റേ കായൽ സമ്മേളനം, അതുപോലെ വള്ളോൻ അല്ലെ, മറ്റേ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ പേരുകൾ ഓർമ്മയുണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ. ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആരാ എന്നാണ്. അതിൽ മറ്റേ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു 5-6 ചോദ്യങ്ങൾ വരാറുണ്ട്. ആ മേഖലയിൽ വരാവുന്ന ചോദ്യമാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചത് ആരാ. അതെ, ശുഭാനന്ദ ഗുരുദേവൻ. നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഒരുപാട് നവോത്ഥാന അദ്ദേഹത്തിന്റെ ചില എക്കോസ് എന്ന് പറയാവുന്ന രീതിയിൽ അല്ലെ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിക്കുകയും ധാരാളം പേര് ഒരുപാട് പേര് കേരളത്തിൽ ഉടനീളം പല പല സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടൊരു ഒരു പ്രസ്ഥാനമാണ് 1932 ആത്മബോധോദയ സംഘം എന്ന് പറഞ്ഞ ശ്രീ ശുഭാനന്ദ ഗുരുദേവൻ സ്ഥാപിച്ചാണ് അല്ലെ. ഈ പറയുന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു എന്താ പറയാ ആഗോള സ്വഭാവത്തിലുള്ള ഒരു സംഘടനയാണ് ഈ സംഘടന അല്ലെ. അപ്പൊ അത് അവര് ഈ പറയുന്ന പാമ്പാടി ജോൺ ജോസഫ് അതിന്റെ ഭാഗമായിരുന്നു അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം ആവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു ജാഥയൊക്കെ നടത്തുന്നു. ഓക്കെ, സോറി, പാമ്പാടി ജോൺ ജോസഫ് അല്ല, മറ്റേ ശുഭാനന്ദ ഗുരുദേവൻ. പാമ്പാടി ജോൺ ജോസഫിന്റെ സംഘടന ഏതായിരുന്നു? ചേരമർ മഹാസഭ. ചേരമർ മഹാസഭ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ദളിത് സാമൂഹ്യ സംഘടനയായിട്ട് വരുന്ന സംഗതിയാണ് ഈ പാമ്പാടി ജോൺ ജോസഫിന്റെ ചേരമർ സഭ എന്ന് പറയും. ഓക്കെ. കേരള കലാമണ്ഡലം ആരംഭിച്ച വർഷം ഏതാണ്? 1930. അതെ, 1930 ഇപ്പോ ഒരു കൽപ്പിത സർവകലാശാലയാണ് അല്ലെ. അത് 1930 അല്ലേ. വള്ളത്തോൾ നാരായണമേനോനാണ്. അതെ, അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പ്രവർത്തിച്ച ആളാണ് ആരാണെന്നുള്ള ചോദ്യം വരാം അല്ലെ. ആരാണ്? മുകുന്ദരാജ അല്ലെ. മണക്കുളം മുകുന്ദരാജയും ചേർന്നിട്ടാണ് ഈ പറയുന്ന ചെറുതുരുത്തിയിൽ ഇത് സ്ഥാപിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും അല്ലെ. മാത്രമല്ല ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലല്ലാതെ ആദ്യമായിട്ട് കൂത്തമ്പലം വരുന്നത് കേരള കലാമണ്ഡലത്തിലാണ് തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. അറബി മലയാളത്തിൽ മാസിക പ്രസിദ്ധീകരിച്ചതിനകത്ത് ആര് എന്നുള്ളതാണ്. അറബി മലയാളത്തിൽ വക്കം മൗലവിയാണ് അല്ലെ. അദ്ദേഹം ഈ പറയുന്ന അൽ ഇസ്ലാം പോലെയൊക്കെയുള്ള അറബി അൽമനാർ അല്ലെ മാതൃകയിൽ ധാരാളം ഈ പറയുന്ന മാസികകളൊക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ മാത്രമല്ല നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ഈ പറയുന്ന സ്വദേശാഭിമാനി പത്രം 1905 അദ്ദേഹം പുറത്തിറങ്ങുന്നുണ്ട്. അങ്ങനെ അതിന്റെ തുടർച്ചയിലാണ് അദ്ദേഹം ഈ പറയുന്ന അല്ലെ അതിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു അല്ലെ. അത് ചോദിക്കാറുണ്ട്. ആരായിരുന്നു? CP ഗോവിന്ദപിള്ള. സ്വദേശാഭിമാനിയുടെ CP ഗോവിന്ദപിള്ള ഈ പറയുന്ന പിന്നെയാണ് സ്വദേശാഭിമാനി വരുന്നത് അല്ലെ. അൽ ഇസ്ലാം എന്ന് പറയുന്ന അല്ലെ. അതുപോലെ തന്നെ മുസ്ലിം ദീപിക എന്ന് പറയുന്ന ഒരു പത്രവും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് അല്ലെ. അറബി മലയാളം ലിപിയിലാണ് അൽ ഇസ്ലാം എന്ന് പറയുന്ന മാസിക പ്രസിദ്ധീകരിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. അക്കാമച്ചെറിയാനാണ് അല്ലെ. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലെ. ഈ പറയുന്ന തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നിരോധിച്ചപ്പോൾ ഈ പറയുന്ന രാജധാനി മാർച്ചൊക്കെ നടത്തിയ ഒരാളാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വെടിവെക്കാനൊക്കെ ഉത്തരവിടുകയും എന്നാൽ അതിനെ ധീരമായി ചെറുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അല്ലെ. അതാരാണ് വിളിച്ചെന്നറിയാവോ? ഗാന്ധിജി. അതെ, മഹാത്മാഗാന്ധിയാണ് ഈ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ ഒരു പ്രശസ്തനായ സാമൂഹ്യ പരിഷ്കർത്താവിന്റെ യഥാർത്ഥ പേരാണ് മുതുക്കുട്ടി. ആരായിരുന്നു എന്നാണ്? വൈകുണ്ഠസ്വാമികളാണ്. മുത്തുക്കുട്ടിയല്ല, മുത്തുക്കുട്ടിയാണ്.
ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഉണ്ട് മാഷെ. ഓക്കെ. മുത്തുക്കുട്ടി എന്നാണ് ടൈപ്പ് ചെയ്തതിനകത്ത് അത് വന്നത്. അല്ല, മുടിചൂടും പെരുമാൾ എന്നാണ് അച്ഛനും അമ്മയും പേരിടുന്നത്. പക്ഷെ അത് സവർണരൊക്കെ എതിർക്കുക, പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പേര് മാറ്റുന്നത് അല്ലെ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞില്ലല്ലോ. അയ്യാവഴി എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെ, വൈകുണ്ഠസ്വാമി മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നതല്ല, അദ്ദേഹം ഈ പറയുന്ന ജോലിക്ക് കൂലി എന്നൊക്കെ പറയുന്നത്, സമത്വ സമാജം അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ബന്ധപ്പെട്ട് നമ്മൾ അല്ലെ, കൂലിയില്ലാതെ വേല ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ സാധനം അല്ലെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സ്ത്രീ അങ്ങൾ മാറുമറിക്കുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരാളാണ് എന്ന് നമുക്കറിയാം അല്ലെ. ടൈപ്പിംഗ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏത് എന്നുള്ളതാണ് ചോദ്യം. ജനറോളജിയുമായി ബന്ധപ്പെട്ട്, കേരളവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ നദി ഏത് എന്നാണ്. മഞ്ചേശ്വരം പുഴ. അതെ, മഞ്ചേശ്വരം പുഴയാണ് ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും വലിയ നദി ഏതാണ് എന്ന് നിങ്ങൾക്കറിയാം അല്ലെ? ഏതാണ്? പെരിയാർ അല്ലെ. 244 കിലോമീറ്ററിന്റെ പെരിയാർ അല്ലെ. ഇത് 16 കിലോമീറ്റർ മാത്രമാണ് അല്ലെ. ഇപ്പൊ കേരളത്തിൽ 44 നദികളാണ് കേരളത്തിലുള്ളത് അല്ലെ. 41 എണ്ണം പടിഞ്ഞാറേക്കും അല്ലെ, 3 എണ്ണം ഈ പറയുന്ന പോലെ കിഴക്കിലേക്കും ഒഴുകുന്നു അറിയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കേരളത്തിലെ എന്താ പറയാ നദികളുമായി ബന്ധപ്പെട്ട സാമാന്യമായ മഞ്ചേശ്വരം പുഴയാണ് അല്ലെ അതിനുണ്ട്. മൺസൂൺ കാറ്റ് കേരളത്തിനും പടിഞ്ഞാറിനും ഇടയിലുള്ള വ്യാപാരം സുഗമമാക്കുന്നുവെന്ന് ആരാണ് കണ്ടെത്തിയത് എന്നുള്ളതാണ് അല്ലെ. അറിയാതല്ലേ ആരാണ്? ഹിപ്പാലസ് ആണ്. അത് ഈ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഇങ്ങോട്ടുള്ള പിന്നീടുള്ള വരവൊക്കെ ഉണ്ടാവുന്നതല്ല. അദ്ദേഹം ഒരു AD 45 ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് നാവികൻ ആയിരുന്നു അല്ലെ. അദ്ദേഹമാണ് ഈ മൺസൂൺ കാലവർഷക്കാറ്റ് എന്ന് പറയുന്ന സാധനം അല്ലെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് അല്ലെ. അങ്ങനെയാണ് ഇന്ത്യയിലേക്കുള്ള ഒരു ചെങ്കടലിൽ നിന്ന് ഇന്ത്യൻ മഹാസമുദ്രം വഴി ഇവിടേക്കുള്ള ഒരു ഇത് എന്താ പറയാ റൂട്ട് കണ്ടുപിടിക്കുന്നതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ. മഴയിലാണ് ഇപ്പൊ നമ്മൾ ബുദ്ധിമുട്ടിയിരിക്കുന്നത്. CMS കോളേജ് പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മാസികയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരവാണ് അല്ലെ. ഏതാണ് അത്? ആദ്യത്തെ വിദ്യാഭ്യാസ മാസിക എന്നുള്ളത് ചോദിക്കാറുണ്ട്. ഏതാണ്? വിദ്യാസംഗ്രഹം എന്ന് പറയുന്ന അല്ലെ. 1864 അല്ലെ കോട്ടയം CMS പ്രസിൽ നിന്ന് ഇത് പ്രസിദ്ധീകരിക്കുന്നത് അല്ലെ. അത് ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് മാഗസിനാണ് അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് മാഗസിനാണ് ഈ വിദ്യാസംഗ്രഹം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത് ജോർജ് മാത്തനും റിച്ചാർഡ് കോളിൻസും ഒക്കെ ആയിരുന്നു അതിന്റെ പിറകിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ഓർമ്മയുണ്ടാവും. 1934 ഷൊർണൂരിൽ നിന്ന് ആരംഭിച്ച പ്രഭാതം എന്ന പത്രം ആരുടെ മാർഗനിർദ്ദേശത്തിലാണ്? ഇതിപ്പോ അതിന്റെ എഡിറ്റർ ആരായിരുന്നു? എഡിറ്റർ EMS നമ്പൂതിരിപ്പാടാണ് അല്ലെ. ഈ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാറിൽ അല്ലെ ഷൊർണൂരിൽ നിന്നാണ് അത് വരുന്നത് അല്ലെ. ഒരു വാരികയുടെ 1935 5-ലാണ് അത് ചെയ്യുന്ന. അദ്ദേഹം ഈ പറയുന്ന അതിന്റെ എഡിറ്ററായിട്ട് അദ്ദേഹം വരുന്നുണ്ട് അല്ലെ. കുറച്ചു കാലം മാത്രമേ പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ്. താഴെ പറയുന്ന ഭേദഗതി നിയമങ്ങളിൽ ഏതാണ് ആർട്ടിക്കിൾ 21A ഭരണഘടനയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസത്തിലുള്ള മൗലികാവകാശം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ആക്കി മാറ്റിയത് എന്ന് പറയുന്ന അല്ലെ ഏത് ഭരണഘടന ഭേദഗതി നിയമമാണ്? 86-ാമത്തേത്. 86 അല്ലെ. 2002 86-ാമത്തെ ഒരു ഭരണഘടന അതിലാണ് ഈ പറയുന്ന 6 മുതൽ 14 വയസ്സ് വരെയുള്ള അല്ലെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 21A എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അല്ലെ. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന എന്താ പറയാ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന അതിനകത്ത് വരുന്ന സംഗതിയിലേക്ക് ഇങ്ങനെയുള്ള 6 മുതൽ 14 വരെ എന്ന് പറയുന്ന ഒരു സാധനമല്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പോലുള്ള സാധനങ്ങളൊക്കെ അല്ലെ. 2009-ലാണ് RTE റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത് അല്ലെ. അപ്പോ ഒരു ആർട്ടിക്കിൾ 45 അതുപോലെ തന്നെ പ്രധാനമാണ്. ഈ ഒരു മറ്റേ എന്താ പറയാ സ്റ്റേറ്റിന്റെ മാൻഡേറ്റ് ആണ് എല്ലാവർക്കും ഈ പറയുന്ന ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസവും അല്ലെ ഈ പറയുന്ന ശിശു സുരക്ഷയും ഉറപ്പാക്കുക എന്ന് പറയുന്ന അങ്ങനെ കുറെ ഭരണഘടനകൾ ഇതുമായി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശിശു അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ആ ഒരു ജസ്റ്റ് അതിന്റെ നമ്പറുകളൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. ആർട്ടിക്കിൾ 311 പരിധിയിൽ നിന്ന് താഴെ പറയുന്നവരിൽ ആരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളത് അല്ലെ. യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും സിവിൽ സർവീസിൽ അംഗങ്ങൾ, അഖിലേന്ത്യാ സർവീസിൽ അംഗങ്ങൾ, യൂണിയന്റെയോ സംസ്ഥാനങ്ങളുടെയോ കീഴിലുള്ള സിവിൽ തസ്തികകൾ വഹിക്കുന്നവർ, പ്രതിരോധ സേനയിലെ അംഗങ്ങൾ. ആർട്ടിക്കിൾ 311 എന്ന് പറയുന്ന നമ്മുടെ സിവിൽ സർവൻസിന് അല്ലെങ്കിൽ നമ്മുടെ മൊത്തം ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ മായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഗതിയാണ്. ബി ആണോ മാഷെ? D ആണ് ഉത്തരം. D ആണ് ഉത്തരം. അതായത് ഈ
മുന്നറിയിപ്പില്ലാതെ ഒരാളെ പിരിച്ചുവിടാൻ കഴിയില്ല എന്ന് പറയുന്ന സാധനം ആർബിട്രറി അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിൽ തരം താഴ്ത്താനോ അല്ലെങ്കിൽ സർവീസിൽ നിന്ന് പുറത്താക്കാനോ പാടില്ല എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. അത് നേരത്തെ അറിയിക്കുകയും അല്ലെങ്കിൽ കാരണം കാണിക്കുകയും അയാൾക്ക് അങ്ങനെ നീണ്ടൊരു പ്രൊസീജിയറിലൂടെ മാത്രം ഇത് നടത്താൻ പറ്റൂ എന്ന് പറയുന്ന വ്യവസ്ഥ ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണത്. പക്ഷെ അത് പ്രതിരോധ സേനയിലെ അംഗങ്ങൾക്ക് ബാധകമല്ല. ഈ പറയുന്നത് സിവിൽ സർവൻസിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട റൈറ്റ് ആണ്. ഒരു എൻക്വയറി റിക്വയർമെന്റ് വളരെ കൃത്യമായിട്ട് അത് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചില ആളുകളെ ഈ പറഞ്ഞതിൽ നിന്ന് എന്നാൽ ഇതിൽ തന്നെയും ചില ആളുകൾ ക്രിമിനൽ ഒഫൻസ് ഉള്ള ചില ആളുകളെ അങ്ങനെ ചെയ്യാമെന്നും ഉണ്ട്. പക്ഷെ പൊതുവെ ഈ അന്വേഷണത്തിലൂടെ ഈ പറഞ്ഞ ചാർജ് മെമ്മോ ഒക്കെ കൊടുത്ത് അതിന്റെ പ്രോസസ്സിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു പിരിച്ചുവിടലിനെ തടയുന്ന ഒരു സംഗതിയാണ് ഈ ആർട്ടിക്കിൾ 11 എന്ന് പറയുന്നത്. സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ഒരു നിയമം. കേന്ദ്ര മന്ത്രിസഭയുടെ പരമാവധി വലുപ്പം എത്രയായിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന 91ാമത്തെ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണല്ലോ ആർട്ടിക്കിൾ 75(1)(a) അല്ലെ. അതനുസരിച്ചിട്ട് എത്രയാണ് ഇതിന്റെ കണക്ക് എന്നാണ് അല്ലെ. എന്താണ് ഇതിന്റെ കണക്ക്, എന്റെ സൈസ് എത്രയാണെന്നുള്ളത് അറിയാം. ലോക്സഭയിലെ ആകെ അംഗസംഖ്യയുടെ 15% കൂടരുത് എന്നാണ്. 15% കൂടരുത് എന്നാണ്. വലിയ ജംബോ മന്ത്രിസഭ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു സംഗതിയാണ്. 2004 തൊട്ട് വന്നത് ലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ അതിനെ കൃത്യമായി ഡൗൺ സൈസ് ചെയ്യുന്നൊരു ലോക്സഭയിലെ അംഗങ്ങളുടെ ഒരു കണക്ക് വെച്ചുകൊണ്ട് മന്ത്രിസഭ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒരു നിയമമാണ്. ഓക്കെ. കേരള IT മിഷൻ ആവിഷ്കരിച്ച ഭിന്നശേഷിക്കാർക്കായുള്ള ശാക്തീകരണ പദ്ധതി ഏത്? സമ്പൂർണ്ണ, സമഗ്ര, ഇൻസൈറ്റ്, അതുല്യം. അതുല്യം ആണോ? അതെ, സോറി, ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു സ്കീം ഫോഴ്സ് കമ്മ്യൂണിറ്റിയെ ബന്ധപ്പെടുത്തിയിട്ട് അവർ വിഷ്വലി ചലഞ്ചറായ ആളുകൾക്കൊക്കെ IT ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ട IT ഫെസിലിറ്റീസ് കൊടുക്കുന്നതിന് രൂപീകരിച്ച ഒരു നിയമമാണ് ഈ പറയുന്ന, ഐ മീൻ ഒരു പ്രോജക്റ്റ് ആണ് ഈ പറയുന്ന ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ICT സെന്റർ. ഡിഫറൻഷ്യലി ഏബിൾഡ് ആയവർക്ക് വേണ്ടി ICT സെന്ററുകൾ തുടങ്ങുക എന്ന് പറയുന്ന ഒരു സ്പേസ് എന്ന് പറയുന്ന ഒരു സംഘടന, ഐ മീൻ ഒരു ഇതുമായിട്ട് ചേർന്ന് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന എന്താ പറയാ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ. ഈ പറയുന്ന പദ്ധതികളൊക്കെയും സമ്പൂർണ്ണ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സംഗതി അല്ലെ, സമഗ്ര ഒരു പോർട്ടലാണ് എന്നറിയാം അല്ലെ. ഒരു സ്കൂൾ മാനേജ്മെന്റ് പോർട്ടലാണ് സമ്പൂർണ്ണ എന്ന് പറയുന്ന അല്ലെ. മാനേജ്മെന്റ് പോർട്ടലാണ് സമ്പൂർണ്ണ എന്ന് പറഞ്ഞത് 2010 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അതുപോലെ ഈ സമഗ്ര ഈ മൾട്ടിമീഡിയ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവർ തുടങ്ങിയിട്ടുള്ള എഡ്യൂക്കേഷണൽ കണ്ടന്റിനുള്ള ഒരു സംഗതിയാണ്. അതുല്യം എന്ന് പറയുന്ന ഒരു സംഗതി ഈ പറയുന്ന എല്ലാവരും തുല്യരാവുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് ഈ പറയുന്ന വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ട് വിദ്യാഭ്യാസത്തിന് പുറത്തായപ്പെട്ട ആളുകൾക്കൊക്കെ ഈ പറയുന്ന 4ാം തരം വിദ്യാഭ്യാസം വരെയെങ്കിലും തുല്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. 3 ലക്ഷം പേർക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസം, ആ ഒരു പദ്ധതിയാണ് ഈ അതുല്യം എന്ന് പറയുന്ന പദ്ധതി. ഓരോ പദ്ധതിയും സംബന്ധിച്ച് വേറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ പദ്ധതികൾ കേരള ഗവൺമെന്റ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്ന പലതരം പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ചോദ്യങ്ങൾ വരും. ഒന്ന് ഓർത്തു വയ്ക്കുന്ന നന്നായിരിക്കും. ഓക്കെ. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയിൽ നമുക്കൊക്കെ അറിയാവുന്ന അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ ഗവർണർ ആരായിരുന്നു എന്നുള്ളതാണ്. അറിയാവോ ആർക്കെങ്കിലും? വാഞ്ചു ആണോ? അതെ, NN വാഞ്ചു ആണ്. നീണ്ടകാലം അദ്ദേഹം ഇവിടെ ഗവർണറായിരുന്നു. ഒരു അല്ലെ, നമുക്ക് അറിയാം അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ 1975 തൊട്ടിട്ട് 77 വരെ 21 മാസക്കാലമാണ് ഇന്ദിരാഗാന്ധി ഈ പറയുന്ന ബാഹ്യാഭ്യന്തരമായ ഭീഷണികൾ കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും അല്ലെ. ആ സമയത്ത് ഈ പറയുന്ന ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് അല്ലെ പ്രസിഡന്റ്, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ പേരുകളൊക്കെ അടിയന്തരാവസ്ഥയെ ബന്ധപ്പെട്ട് ഓർമ്മയുണ്ടാവണം അല്ലെ. അപ്പൊ ഈ NN വാഞ്ചു, നിരഞ്ജൻ നാഥ് വാഞ്ചു എന്ന് പറയുന്ന അല്ലെ, അദ്ദേഹമാണ് ഇവിടെ നീണ്ടകാലം ഇവിടെ ഗവർണറായിരുന്നു. CH മേനോൻ മന്ത്രിസഭയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് നമുക്കറിയാം അല്ലെ. ഒരു 73 തൊട്ടിട്ട് 77 വരെ ഉള്ളൊരു കാലത്ത് അദ്ദേഹം ഇവിടെ ഗവർണറായിരുന്നു. പിന്നീട് വരുന്നത് കോൺഗ്രസ് ഭരണമാണ്. AK ആന്റണിയും K കരുണാകരനുമൊക്കെയാണ് പിന്നീട് വരുന്നത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ഗവർണറായിരുന്ന ആളാണ് വാഞ്ചു. ഓക്കെ.
എന്റെ ജീവിതകഥ ഇത് ആരുടെ ആത്മകഥയാണ് എന്നാണ്. AK ഗോപാലൻ. അതെ അതെ, AK ഗോപാലന്റെ ആത്മകഥയാണ് എന്റെ ജീവിതകഥ എന്ന് പറയുന്നത് അല്ലെ. മറ്റുള്ളവരുടെയൊക്കെ ആത്മകഥ ഒന്ന് ഓർമ്മ ഉണ്ടാവുന്നല്ലേ. C കേശവന്റെ ആത്മകഥയുടെ പേരെന്താണ്? അല്ല സോറി, C കേശവനല്ല മാഷ് ചോദിച്ചേ. C കേശവൻ. ജീവിത സമരം അല്ലെ. കേശവദേവിന്റേത് ഓർമ്മകളുടെ ലോകത്തിൽ എന്ന് പറയുന്നത് അല്ലെ, ഓർമ്മകളുടെ ലോകത്തിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ കാലം അല്ലെ, KP കേശവൻ. അപ്പൊ ഇത്തരം പ്രധാനപ്പെട്ട ഈ പറയുന്ന എന്താ പറയാ ആത്മകഥകൾ അല്ലെങ്കിൽ ജീവചരിത്രങ്ങളൊക്കെ പ്രധാനപ്പെട്ട അല്ലെ. എന്റെ നാടുകടത്തൽ ആരുടെ നിങ്ങൾക്ക് അറിയാം അല്ലെ, കൊഴിഞ്ഞലകൾ, മുണ്ടശ്ശേരി. അല്ലെ. അപ്പൊ അങ്ങനെ പ്രധാനപ്പെട്ട ചില ആത്മകഥകളുടെ പേര് അല്ലെ. അതുപോലെ തന്നെ അരങ്ങ് കാണാത്തതാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ള കൊടിയൻ അല്ലെ. ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന ചോദിക്കാൻ തോപ്പിൽ ബാസി അല്ലെ. അതുപോലെ എന്റെ കുതിപ്പും കിതപ്പും എന്ന് പറയുന്ന അല്ലെ, ഫാദർ ജോസഫ് വടക്കന്റേതാണ് അത് അല്ലെ. എന്റെ ജീവിത സ്മരണകൾ അല്ലെ, ജീവിത സ്മരണകൾ. അതെ അതെ, ഒരു നടന്റെ ആത്മകഥ അല്ലെ, അവിടെയാണ് ഒരു നടന്റെ ആത്മകഥ എന്ന് പറയുന്നത്. PJ ആന്റണി. പ്രധാനപ്പെട്ട മറ്റേ ആരോടും പരിഭവമില്ലാതെ അങ്ങനെ കുറെ പ്രധാനപ്പെട്ട ഈ പറയുന്ന എന്താ പറയാ സ്വരഭേദങ്ങൾ അല്ലെ. സ്ഥിരമായിട്ട് നമുക്ക് സ്വരഭേദങ്ങൾ ആരുടെയെന്ന് അറിയാലോ അല്ലെ. ദലിതൻ എന്ന് പറയുന്നത് അല്ലെ, ഇപ്പൊ ചോദിക്കാൻ സാധ്യത അടുത്താണ് മരിച്ചത് എന്നുള്ളതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെ. അപ്പൊ അത് ഇപ്പൊ ഓർമ്മയുണ്ടാവണം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആത്മകഥകളും കാര്യങ്ങളും അല്ലെ ഓർമ്മയുണ്ടാവണം. കുഞ്ഞാവൻ മാഷിന്റെ 1948 പാലിയം സത്യാഗ്രഹത്തിന്, പാലിയം സത്യാഗ്രഹം നമ്മൾ ചർച്ച ചെയ്ത സംഗതിയാണ് അല്ലെ. സത്യാഗ്രഹത്തിന്റെ വേദി ഏതാണ് എന്നുള്ളതാണ്. കരുനാഗപ്പള്ളി, ഇടപ്പള്ളി, ചേന്നമംഗലം, കൊല്ലം. അത് ആ സമരം ഏതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ചോദ്യമാണ് അല്ലെ. പാലിയത്ത് അച്ഛന്മാർ എവിടെയുണ്ടെന്നുള്ള നമുക്ക് ആലോചിച്ചാലേ. പാലിയത്ത് അച്ഛന്മാര് അല്ലെ എവിടെയാണ് വരുന്നത് അല്ലെ. കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രി ആയിരുന്നു അല്ലെ. അപ്പോ അവര് ഈ പറയുന്ന ചേന്നമംഗലമാണ് അല്ലെ. ചേന്നമംഗലത്ത് കുന്നത്തളി മഹാദേവ ക്ഷേത്രമാണ് അല്ലെ. അപ്പൊ ആ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിന്റെ ആ റോഡുകൾ ലേക്ക് അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഹിന്ദുക്കൾക്ക്. അപ്പൊ അതിനെതിരെ നടന്നൊരു സമരമാണ് ഈ പറയുന്ന പാലിയം അല്ലെ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സമരങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ചേന്നമംഗലത്താണ് ഈ പറയുന്ന ക്ഷേത്രമുറ്റത്താണ് ഇവര് ഈ സമരപ്പന്തൽ കെട്ടിയാണ് ഈ സമരം അരങ്ങേറുന്നത് അല്ലെ. പാലിയ സത്യാഗ്രഹം അരങ്ങേറുന്നത് അല്ലെ. ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ? നേരത്തെ നമ്മൾ പറഞ്ഞു C കേശവനെ കുറിച്ച് നമ്മൾ പറയണ്ടായി. അപ്പൊ അത് ഓർമ്മയുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ AG വേലായുധൻ എന്ന് പറഞ്ഞല്ലേ, ഈ പറയുന്നതിനകത്ത് പോലീസിന്റെ മർദ്ദനത്തിൽ കൊല്ലപ്പെടുന്നയാളാണ് അല്ലെ. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടാവും. രക്തസാക്ഷിയായ ആളാണ്. അപ്പൊ അത് പാലിയ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട അല്ലെ. സാധുജന ദൂതൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ് എന്നാണ്? പാമ്പാടി ജോൺ ജോസഫ്. നമ്മൾ നേരത്തെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയണ്ടായി അല്ലെ. 1919 അദ്ദേഹം ഇത് പ്രസിദ്ധീകരണത്തിന്റെ ചേരമർ മഹാജനസഭ അല്ലെ, തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ എന്ന് പറഞ്ഞാൽ 1921 അദ്ദേഹം രൂപീകരിക്കുന്നുണ്ട് അല്ലെ. അത്തരം ചില കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവണം. മലയാളത്തിലെ ആദ്യത്തെ അസ്തിത്വവാദ ദർശനമുള്ള കഥകളായി M. അച്യുതൻ വിലയിരുത്തുന്നത് കാക്കനാടന്റെ ഏത് രചനകളെയാണ്? 17 വൃദ്ധൻ. അതെ, ഈ ഓപ്ഷൻസ് മുഴുവൻ ഈ പറഞ്ഞതുപോലെ കാക്കനാടന്റെ വളരെ പ്രസിദ്ധമായ കഥകളാണ്. അശ്വത്ഥമാവിന്റെ ചിരിയായാലും രജാപ്പാണം മുറിയിൽ അദ്ദേഹത്തിന്റെ ആദ്യകാല കഥകളിൽ ഒന്നാണ് എന്നറിയാം. ശ്രീചക്രമായ ഏറ്റവും പ്രസിദ്ധമായ കഥയാണ് അല്ലെ. അപ്പൊ നമുക്ക് വളരെ ഫെമിലിയറായ കഥകളിലേക്ക് നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ ചോദ്യം വളരെ കൃത്യമായി നോക്കിയിട്ട് 17 വൃദ്ധനുമാണ് കറക്റ്റ് ആൻസർ അല്ലെ. ഊഞ്ഞാലിൽ ഇരുന്നു കൊണ്ട് പെട്ടെന്ന് താഴ്ന്നതുപോലെ തോന്നൽ അടിവയറ്റിൽ അനുഭവപ്പെട്ടു. ഇത് ഏത് കഥയിലെ വാക്യമാണ്? അറിയാവർക്കെങ്കിലും ഈ പറയുന്ന കഥകളൊക്കെയും മാധവിക്കുട്ടിയുടേതാണ് അല്ലെ. പലപ്പോഴും ഒരു സ്ത്രീയുടെ ഒരു തരം മാനസിക വ്യാപാരങ്ങളെ അല്ലെങ്കിൽ അവിടെ അത്തരം ഒരു ആന്തരിക ജീവിതത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള കഥകളാണ് ഈ കഥകളൊക്കെയും നമുക്കറിയാം അല്ലെ. നഷ്ടപ്പെട്ട നീലാംബരിയാണ് അല്ലെ. വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് നഷ്ടപ്പെട്ട നീലാംബരി അല്ലെ. സുഭദ്ര എന്ന് പറയുന്ന അല്ലെ, ഞാനാണ് സുഭദ്ര, നാലപ്പാട്ടെ മാധവിക്കുട്ടിയുടെ മാനസപുത്രി അല്ലെ. എനിക്കറിയാമായിരുന്നു അങ്ങനെ പറഞ്ഞു ഒരു
മധുരയിലെത്തുന്ന ഒരു ഡോക്ടർ സുഭദ്രയുടെ ഒരു കഥയൊക്കെയാണ് അല്ലെ. അപ്പൊ അതിനകത്തൊരു ശാസ്ത്രീയമായിട്ട് വരുന്നു, അല്ലെ അതൊരു സിനിമയൊക്കെ ആക്കിയിട്ടുണ്ട് അല്ലെ. മഴ. അതെ, മഴ എന്ന് പറയുന്നത്. അതെ, അപ്പൊ അത് ആ രീതിയിൽ സ്ഥിരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള സംഗതിയാണ് മഴ എന്ന് പറയുന്ന ഒരു സിനിമ. അതിനെ അടിസ്ഥാനമാക്കി വന്നിട്ടുള്ള സംഗതിയാണ് ഓർമ്മയുണ്ടാവുന്നത്. പല കഥാപാത്രത്തിന്റെ പേരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വരികളാവാം. മലയാളത്തിലെ സൈബർ കഥയെന്ന് വിശേഷിപ്പിച്ച തിങ്കളാഴ്ചയിലെ ആകാശം എന്ന് പറയുന്നത് അല്ലെ, എഴുതിയത് ആരാണ് എന്നുള്ളതാണ് അല്ലെ. മറ്റേ സേതുധാരണം ഈ സൈബർ പ്രമേയത്തെ ഈ പറഞ്ഞ മറ്റേ അടയാളവാക്യങ്ങൾ എന്നൊക്കെ പറയാം അല്ലെ, മറ്റൊരു .com സന്ധിയിൽ എന്നൊക്കെ പറയുന്ന കഥകൾ എഴുതിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരുപാട് കഥകൾ, ദൂത് എന്ന് പറയുന്ന കഥ അല്ലെ, ഏഴാമത്തെ പാപം, അങ്ങനെ പ്രകാശത്തിന്റെ ഉറവിടം എന്നൊക്കെ പറഞ്ഞ കുറെ കഥകൾ എഴുതിയിട്ടുണ്ട്. പാണ്ഡവപുരം പോലെ തന്നെ കഥയുടെ മണ്ഡലത്തിൽ, നോവൽ ഉള്ള പോലെ തന്നെ കഥയുടെ മണ്ഡലത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് എം മുകുന്ദൻ. നമ്മളെപ്പോഴും പെട്ടെന്ന് തെറ്റിദ്ധരിച്ച് നൃത്തമൊക്കെ ഓർമ്മയിൽ വന്ന് തെറ്റിച്ച് പോകരുത് അല്ലെ, അത് വേറെ നോവൽ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. ആത്മാവിന്റെ മുറിവുകൾ എന്ന പേരിൽ ടി പത്മനാഭന്റെ കഥകളെ കുറിച്ച് പഠന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നാണ്. അത് തോമസ് മാത്യു മാഷിന്റെ ഒരു വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് അല്ലെ. അത് ഏറ്റവും മികച്ച നിരൂപണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തെ നേടിയിട്ടുള്ള അതാണ് ആത്മാവിന്റെ മുറിവുകൾ എന്ന് പറഞ്ഞത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ആത്മാവിന്റെ മുറിവുകൾ ആരുടെ കഥകളുടെ പഠനമാണെന്നുള്ള ചോദ്യവും വരാം അല്ലെ. ഇത്ര ബുദ്ധിശക്തിയുള്ള കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നാണ് കൈപ്പത്തുമാരില്ല. പക്ഷെ അത് വെറുതെ പോകാനാണ് വിധി. ഏത് കഥയിലെ വാക്യമാണിത്? ഇതിനകത്ത് 4 കഥകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 കഥകളിൽ 3 കഥകൾ എഴുതിയ ഒരാൾ തന്നെയാണ് അല്ലെ. സരസ്വതി അമ്മയാണ്. തലച്ചോറില്ലാത്ത സ്ത്രീ പക്ഷെ സരസ്വതി അമ്മയല്ല എഴുതിയിരിക്കുന്നത് അല്ലെ. സരസ്വതി ബായി അതിന് മുമ്പ് എഴുതിയ ഒരു കഥയാണ് സരസ്വതി ബായി അല്ലെ. ഈ ഒരു വരി വരുന്നത് പെൺബുദ്ധി എന്ന് പറയുന്ന സരസ്വതി അമ്മയുടെ ഒരു കഥയിലാണ്. വിലാസിനി എന്നുള്ളതാണെങ്കിൽ നായികയുടെ കഥാപാത്രം അല്ലെ. പെൺബുദ്ധി എന്ന് പറയുന്ന ഇതിനെ കേന്ദ്രീകരിച്ചിട്ടൊരു കഥയാണ്. അവരുടെ ബുദ്ധി മതിയായിട്ടുള്ള എന്നാൽ ജീവിതം തകർന്നു പോകുന്ന. ഇപ്പൊ ആ ഒരു വിലാസിനിയെ കുറിച്ച് ടീച്ചർ പറയുന്ന ഒരു കമന്റ് ആണ് ഈ പറയുന്ന അല്ലെ. അപ്പൊ അവരെ കുറിച്ചിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ചില കഥകൾ ഓർമ്മയുണ്ടാവണം. രാജലക്ഷ്മി അല്ലെ, സീതാഭവനം എന്ന് പറയുന്നത് ആദ്യം എഴുതിയ ഒരു കഥയാണ് അല്ലെ. ഈ പറയുന്ന പ്രേമഭാജന നോവലല്ല മാഷെ അവരുടെ. അതെ. ഈ പറയുന്ന രചനകൾ മുഴുവൻ ഓർമ്മയുണ്ടാവണം. ഈ പറയുന്ന മറ്റേ ഇവിടെ ആദ്യത്തെ പുസ്തകമാണ് പ്രേമഭാജനം 1944 പുറത്തിറങ്ങി. അപ്പൊ ഈ പറയുന്ന രചനകളിൽ ഏത് രചനയും ഈ പറഞ്ഞ ചോദ്യങ്ങളായി വരാൻ സാധ്യതയുള്ള, കാരണം ഈ പിൽക്കാലത്ത് വായിക്കപ്പെട്ട TKC വിടുതല അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ചെറുകഥയിൽ ഇതുപോലെ തന്നെ വരുന്ന അയ്യപ്പൻ, സി അയ്യപ്പനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ സരസ്വതി അമ്മയെ പോലുള്ള ആളുകളൊക്കെ പിൽക്കാലത്ത് വരുന്ന ആളുകളാണ്. അപ്പൊ അവരെ കേന്ദ്രീകരിച്ച ചോദ്യങ്ങൾക്കുള്ള സാധ്യത. ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല ഒരു ജന്മസത്യം ആരുടെ രചനയാണെന്നത് സമകാലിക ഗീതാഹിരണ്യന്റേതാണല്ലോ. പെട്ടെന്ന് നമുക്ക് KG ശങ്കരപ്പിള്ളയുടെ വരി എടുത്തുകൊണ്ടാണ് അത് ഏതിൽ എന്നറിയാം. അപ്പൊ അത് കവിതയിലെ വരിയാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ഗീതാഹിരണ്യൻ ആ രീതിയിൽ സാർ ജോസഫിനൊക്കെ ശേഷം ഈ ഒരു സ്ത്രീ എഴുത്തുകാരിൽ വളരെ ശ്രദ്ധേയായിട്ട് വന്നിരുന്നൊരു ഒരു മറ്റേ എഴുത്തുകാരിയാണ് നമുക്കറിയാം അല്ലെ. ദീർഘാപാങ്കൻ എന്ന് പറയുന്നൊരു കഥ അവിടെ പ്രസിദ്ധമായ കഥകളൊക്കെ ഓർമ്മയുണ്ടാവണം. അപ്പോ ഗീതാഹിരണ്യന്റെ കഥയാണ്. കളങ്കമില്ലാത്ത ബാല്യമനസ്സിനുണ്ടായ ഒരു ചാഞ്ചാട്ടം എന്ന് ലീലാമ്മ പിന്നീട് തിരിച്ചറിഞ്ഞെങ്കിലും നട്ടുച്ചയ്ക്ക് തിരികൊടുത്തു പോയ മാലപ്പടക്കത്തിന്റെ അവസ്ഥയിലായിരുന്നു അന്ന് 10ൽ പഠിച്ചുകൊണ്ടിരുന്ന ലീലാമ്മ. ഏത് കഥയിൽ നിന്നാണ് എന്നാണ് ഈ വരി? ഏത് കഥയിലാണ്? ലീലാമ്മ എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ വരുന്ന വളരെ രസകരമായ ഒരു കഥയാണ്. അറിയാവോ? ഇത് ഒരു വായനശാല വിപ്ലവം എന്ന് പറയുന്ന അല്ലെ, ആരെഴുതിയതാണത്? അറിയാവോ? വായനശാല വിപ്ലവം, അതുപോലെ പാലം കടക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം കാണുന്നത് അല്ലെ, മറ്റു സമാഹാരമാണ്.
അതെ അതെ, പിപീലിക എന്ന് പറയുന്ന നോവൽ അല്ലെ. അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ കഥാകാരികളെയൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ ചോദ്യം പറയാം. അതിനകത്ത് ഏറ്റവും ശ്രദ്ധേയ ഒരു എഴുത്തുകാരിയാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു വായനശാല വിപ്ലവം, അതേ പേരിൽ തന്നെ ഒരു കഥാസമാഹാരം, ഒരു പ്രസിദ്ധീകരണം, CB ശ്രീരാമൻ പുരസ്കാരമൊക്കെ നേടിയ ഒരു പുസ്തകമാണ് ഈ പറയുന്ന ഒരു വായനശാല വിപ്ലവം എന്ന് പറയുന്ന ഒരു രസകരമായ ഒരു കഥയാണ്. അപ്പൊ അതിനകത്താണ് ഈ വിരാമ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത്. ആൻമേരി തുടങ്ങിയ കഥാപാത്രങ്ങൾ വരുന്ന അത് ഏതാണ് എല്ലാവർക്കും അറിയാം. ഏതാണ്? അതിനകത്തുള്ള വരുന്ന പ്രധാനപ്പെട്ട ചിലപ്പോൾ കഥാപാത്രങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട നോവലുകളെ കേന്ദ്രീകരിച്ച കഥാപാത്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാം അല്ലെ. സമുദ്രശിലയും മനുഷ്യരുടെ മുഖവും ഈ പറയുന്ന അല്ലെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള നോവലുകൾ അല്ലെ. ഘടികാരം നിലയ്ക്കുന്ന സമയം, ജ്ഞാനസ്നാല, അങ്ങനെ കഥാസമാഹാരങ്ങളുണ്ട്. അപ്പൊ ആരുടെയാണ് അത് പറയാമോ? അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവും. നഷ്ടനായിക രചിച്ചത് ആരാണ് എന്നാണ്? ബിനു എബ്രഹാം അല്ലെ. അത് ചിലപ്പോൾ തിരിച്ചു വരാത്തിന് വരാൻ സാധ്യതയുള്ള ചോദ്യം ഏതാണ്? റോസിയുമായി ബന്ധപ്പെട്ട് നഷ്ടനായ ആ സ്ഥാനം, അല്ലെങ്കിൽ ഈ സെല്ലുലോയിഡ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ആധാരമായ കൃതി ഏതാണ് അല്ലെ. അല്ലെങ്കിൽ PK റോസിയുടെ ജീവിതം ആവിഷ്കരിക്കുന്ന, അങ്ങനെ ഏത് തരത്തിലും ചോദ്യം വരുമ്പോഴും അത് ഓർമ്മയുണ്ടാവും. ഓക്കെ. ഒരു വ്യവസ്ഥയ്ക്കകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചേർന്ന് പോവുകയാണ് നല്ലത്. ധിക്കരിച്ച് പുറത്തു കിടന്നാൽ ആത്മാവിലും ശരീരത്തിലും വലിയ വില കൊടുക്കേണ്ടി വരും. ഇത് ഏത് നോവലിൽ നിന്നാണ് എന്നുള്ളതാണ് അല്ലെ. അതെ, 4 നോവലുകളും സാറ ജോസഫിന്റേതാണ്. ഈ പറയുന്ന മാർട്ടിലൈസ് സ്പേസിനകത്തുള്ള കീഴാള സ്ത്രീ ജീവിതത്തെ കേന്ദ്രീകരിക്കുന്ന നോവലുകളാണ് ഈ 4 നോവലുകളും നമുക്കറിയാം. അതിനകത്തുള്ള ഒരു തുടർ നോവലുകളാണ് അലായുടെ പെൺമക്കൾ, മാറ്റാത്തി, ഒതപ്പ് എന്ന് പറഞ്ഞില്ല. ബുധിനി പിന്നെ വേറെ കോണ്ടെക്സ്റ്റ്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ വന്നിട്ടൊരു കഥയാണെന്ന് എനിക്കറിയാം അല്ലെ. ബുധിനി ഏത് കോണ്ടെക്സ്റ്റിൽ വന്നൊരു കഥയാണെന്ന് അറിയാവോ? ബുധിനി എന്ന് പറയുന്ന നോവൽ. അതെ, അത് ഈ പറയുന്ന ഏത് അണക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെ, അത് ഓർമ്മയുണ്ടാവണം. അങ്ങനെ കോണ്ടെക്സ്റ്റുകൾ നമുക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവണം. ഇപ്പൊ ഈ ഒരു അലാഹയുടെ പെൺമക്കൾ, മാറ്റാത്തി, ഒതപ്പല്ലേ. അപ്പൊ ഒതപ്പത്തിനകത്ത് ഈ പറയുന്ന മത നിയമങ്ങൾക്ക്, ഈ പറയുന്ന അതിന് പുറത്തു കിടക്കാൻ കഴിയില്ലല്ലേ. അതിനകത്തുള്ള കഥാപാത്രത്തിന്റെ പേര് മാർഗലീത്ത് അല്ലെ. മാർഗലീത്തയോട് ആബേൽ പറയുന്ന ഒരു വരിയാണ് അതല്ലേ. അപ്പൊ കഥാപാത്രങ്ങളുടെ പേരും ഈ പറഞ്ഞ പോലെ അല്ലെ, കാഞ്ചറ, മറിയം എന്നൊക്കെ പറയുന്ന കഥാപാത്രം അല്ലെ. ആ കഥാപാത്രങ്ങളുടെ പേരും അതുപോലെ ഓർമ്മയുണ്ടാവണം. പ്രധാനപ്പെട്ട സാർ ടീച്ചറുടെ നോവലുകളിലെ കഥാപാത്രങ്ങളുടെ പേരൊക്കെ ഓർമ്മയുണ്ടാവണം. ഹെപ്പേഷ്യയെ കുറിച്ച് പരാമർശിക്കുന്ന നോവൽ ഏത് എന്നാണ്? ഫ്രാൻസിസ് സിട്ടിക്കോര. അതെ, ഫ്രാൻസിസ് സിട്ടിക്കോരയിലാണ് ഈ ഹെപ്പേഷ്യ എന്ന് പറയുന്ന ഒരു ഗണിത. അദ്ദേഹം വലിയൊരു ഗണിത അല്ലെ. അതിനകത്ത് 2 ഇട്ടിക്കോര ഉണ്ടല്ലോ. ഏത് ഇട്ടിക്കോരയാണത്? ഒരുപാട് ഇട്ടിക്കോരന്മാരുണ്ട് അല്ലെ. അതൊരു കോരപ്പാപ്പൻ അല്ലെ. കോരപ്പാപ്പനെ കുറിച്ച് പറയുന്ന ഒരു സന്ദർഭത്തിൽ ഫ്രാൻസിസ് സിട്ടിക്കോരയുടെ അല്ലെ ഈ പറയുന്ന ഗണിത ഹെപ്പേഷ്യൻ സ്കൂളിൽ നിന്ന് ഗണിതശാസ്ത്രം അല്ലെ. എവിടെയാണ് ഈ ഹെപ്പേഷ്യൻ സ്കൂൾ എന്ന് പറയുന്നത്? ഈജിപ്ഷ്യൻ അല്ലെ, അലക്സാണ്ട്രിയയിലെ അല്ലെ. ലക്ഷ്യവൻ മറ്റേ ഹെപ്പേഷ്യ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ഒരു ഗണിതശാസ്ത്രജ്ഞനാണ്. ആ ഒരു അലക്സാണ്ട്രിയയിലുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ഇദ്ദേഹം ഗണിതം പഠിച്ചിരുന്നു എന്ന് പറയുന്ന അല്ലെ. ഒരു ചില സംഗതികളൊക്കെ അങ്ങനെ ഈ പറഞ്ഞ കോരയെ കുറിച്ചുള്ള കുറെ രേഖകളൊക്കെ അന്വേഷിച്ചു പോകുന്ന കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ അല്ലെ. അപ്പൊ ഒരു ജാപ്പനീസ് കഥാപാത്രം വരുന്നുണ്ടല്ലോ, മോറിഗാമി എന്ന് പറഞ്ഞ. അപ്പൊ അവരുടെ ബ്ലോഗിൽ നിന്നാണ് അല്ലെ ഇട്ടിക്കോരയെ കുറിച്ചുള്ള ഒരു ഇട്ടിക്കോര ആൻഡ് ഇറോട്ടിക് കിങ് ഓഫ് ദ കേരള മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന അല്ലെ ആ ഒരു ലേഖനത്തിനകത്താണ് ഇങ്ങനൊരു സംഗതി കിട്ടുന്നതെന്നൊക്കെ പറയുന്നത് അല്ലെ. രേഖ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രം. അപ്പൊ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഇട്ടിക്കോരയൊക്കെ ഈ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ TDയുടെ മറ്റു നോവലുകളെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണല്ലേ. അദ്ദേഹത്തിന്റെ ആൽഫ എന്ന് പറയുന്ന ഒരു നോവൽ അല്ലെ. അതിനകത്ത് ഒരു പ്രൊഫസർ ഉണ്ടല്ലോ, പ്രൊഫസറുടെ പേര് അറിയാവോ? അല്ലെങ്കിൽ ആൽഫ അല്ലെ. ആൽഫയില് ഒരു നോവല് വരുന്നുണ്ടല്ലേ. ഒരു ദ്വീപിലേക്ക് പോകുന്ന ഒരു പരീക്ഷണമാണ് നടത്തുന്നത് അല്ലെ. അതുപോലെ തന്നെ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി അല്ലെ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അത്തരം എല്ലാ ആഫ്രിക്ക പോലുള്ള നോവലുകൾ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട നോവലുകളൊക്കെ ഓർമ്മയുണ്ടാവണം. മൃതജാതിനാനന്തര ഫിക്ഷനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലെ KD രാമകൃഷ്ണൻ. അപ്പോൾ അത് ഓർമ്മയുണ്ടാവും. ലണ്ടൻ ബത്തേരിയിൽ ലുത്തീനിയകൾ ആരുടേതാണ്? NS മാധവൻ. ഒരേ നോവൽ എന്നുള്ള രീതിയിൽ വരുന്നത്. അന്ധകാരനഴി ആരുടേതാണ്? സന്തോഷ് കുമാർ. അതെ. അപ്പൊ അത് പക്ഷേ ഈ നക്സൽ ബാരി ആ ഒരു കോണ്ടെക്സ്റ്റ് വന്ന നോവൽ, അങ്ങനെ ഓരോന്നിനും ഓരോ സംഗതികൾ വരാം. അത് ആ രീതിയിൽ തന്നെ ഓർമ്മയുണ്ടാവും. സിറ്റി ഓഫ് ജോയ് കടന്നു വരുന്ന നോവൽ ഏത് എന്നാണ്? സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്ന ഒരു കടന്നു അലറേബ്യൻ നോവൽ ഫാക്ടറിയാണ്. ഈ പ്രതാപ് എന്ന് പറയുന്നയാളല്ലേ ഈ പറയുന്ന ഒരു വലിയ യാത്ര, മധ്യഭൂപേശ്വരിൽ എത്താൻ വേണ്ടി ഒരു യാത്രയ്ക്ക് പോകുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അത് ഈ പറയുന്ന മുല്ലപ്പൂ വിപ്ലവത്തിന് ശേഷം ഉണ്ടാവുന്ന അവിടെ ഒരു
ഒരു വലിയ അടിച്ചമർത്തലിന്റെ ആ ഒരു ഘട്ടത്തിലുള്ള സിറ്റി ഓഫ് ജോയ് എന്നുള്ള പേര് ഇങ്ങനെ ഒരു പുരാതന തുറമുഖത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഉള്ളൊരു കമാനത്തിലെ സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്നത് ഒരു ഒരു വിൽഡോപ്പിയായിട്ട് വരുന്ന ഒരു സംഗതിയാണ് ആ നോവലിനകത്ത് അല്ലെ. അപ്പൊ ഈ ഓർമ്മയുണ്ടാവണം ഈ പറയുന്ന ആളുകളെ കാര്യങ്ങളൊക്കെ അല്ലെ. തൂവാനത്തുമ്പികൾ എന്ന സിനിമയ്ക്ക് ആധാരമായ പത്മരാജന്റെ നോവൽ ഏത് അല്ലെ. ബാക്കിയെല്ലാം സ്വഭാവാനങ്ങൾ തേടി, വാടകയ്ക്കൊരു ഹൃദയം, പ്രതിമയ രാജകുമാരിയും എന്നാണ്, രാജകുമാരി എന്നല്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു കൃതിയാണ്. ഉദകപ്പോൾ അതിനെ ആ നോവലിന്റെ ഒരു ചലച്ചിത്രാവിഷ്കാരമല്ല, ആ നോവലിന്റെ ഒരു കഥാപാത്രത്തെ എടുത്ത് ജയകൃഷ്ണൻ എന്ന് പറയുന്ന അല്ലെ ഒരു കഥാപാത്രത്തെ ഇങ്ങനെ ഈ പറയുന്ന മദ്യപാനവും വ്യഭിചാരവും ഒക്കെ നടത്തുന്ന ഒരു കഥാപാത്രത്തെ ഉപയോഗിച്ചു കൊണ്ടുവരുന്നുള്ളൂ. ആ നോവലിന്റെ കഥയും ഇതൊക്കെ തീർത്തും വ്യത്യസ്തമാണ്. പക്ഷെ ഉദകപ്പോളയുടെ ഒരു ത്രെഡിൽ നിന്നാണ് ഈ പറയുന്ന തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന ആ സിനിമ ഉണ്ടായത്. ഞങ്ങളെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾ നമ്മളെന്ന് തുടങ്ങി, ഞങ്ങൾ നമ്മളെന്ന് തിരുത്തി മുഴുവൻ മനുഷ്യരുമെന്ന് നിങ്ങൾ. ഇത് ആരുടെ വരികളാണ് എന്നുള്ളതാണ്. ഈ നവസംസ്കാര പഠനത്തിന്റെ മേഖലയിലൊക്കെ പുതിയ കാലത്തെ ദളിത് കവിതയുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട എം പി മനോജാണ് അല്ലെ. നസ്യം എന്ന് പറയുന്ന കവിതയിലാണ് അല്ലെ എം പി മനോജ് അല്ലെ. എം ആർ രേണുകുമാറിന്റെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ദളിത് അങ്ങനത്തെ കവിതകൾ ഓർമ്മയുണ്ടാവും. എസ് ജോസഫിന്റെ പ്രധാനപ്പെട്ട എടുത്തിക്കാട് പോലുള്ള കവിതകൾ ഓർമ്മയുണ്ടാവണം അല്ലെ. ധന്യവേങ്ങശ്ശേരിയുണ്ട് അല്ലെ. അപ്പൊ അല്ലെങ്കിൽ എം പി മനോജിന്റെ സ്ഥിരം ചോദിക്കുന്ന ചില അല്ലെ കൂട്ടാന്തതയുടെ 70 വർഷങ്ങളിൽ കാണുന്നീലൊരക്ഷരവും എന്ന് പറയുന്നു അല്ലെ. പാവേ പാവേ പോവുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളുടെ പേരുകളൊക്കെ അതുപോലെ തന്നെ ഓർമ്മയുണ്ടാവണം, പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങളുടെ പേരുകളൊക്കെ. ഓക്കെ. കണ്ണുപൂട്ടി ഉറങ്ങുന്ന വീടിൻ മൺകുരിപ്പുകൾ പൊങ്ങിയ മുറ്റം അല്ലെ. ചൂലുകൊടി ഓർമ്മയാക്കുമ്പോൾ രാവിലെ നടുവേദനിക്കുന്നു. ആരുടെ വരികളാണ് എന്നുള്ളത്? അല്ലെ. മുറ്റമടിക്കുമ്പോൾ എന്നുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെ അതാണ്. പ്രത്യേകിച്ച് പുതുമൊഴി വഴികൾ എന്ന് പറയുന്ന ആ ഒരു ഇതിനകത്ത് മലയാളത്തിലെ ആധുനികാനന്തര കവിതയിൽ ഉള്ള ഒരു സ്ത്രീ സാന്നിധ്യമായിട്ടാണ് റോസ്മേരിയും അതുപോലെ തന്നെ അനിത തമ്പി അല്ലെ ഈ പറയുന്ന വി എം ഗിരിജ അല്ലെ ആദ്യ ഒരു നിരയിലാണ് ലളിതാലയനെ പോലുള്ള ആളുകളൊക്കെ വരുന്നത് അല്ലെ. പുതുമൊഴി വഴികളിലാണ് അനിത തമ്പിയുടെ ഒരു കവിത ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അത് ഈ പറയുന്ന മുറ്റമടിക്കുമ്പോൾ എന്നുള്ള കവിതയാണ് മാതൃഭൂമി ഏറ്റവും മികച്ച കവിതയായിട്ടൊക്കെ 2004 വന്ന അല്ലെ. അടുത്ത കാലത്ത് അവരെ ആലപ്പുഴ വള്ളം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയ ഒരു രചനയാണ്. അപ്പൊ അത് ഓർമ്മയുണ്ടാവണം അല്ലെ. അതുപോലെ തന്നെ റോസ്മേരി അല്ലെ. പുതിയ കാല കവയിത്രികൾ, ആധുനികാനന്തര കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവയിത്രികൾ, ആദ്യഘട്ടത്തിലെ കവയിത്രികൾ എന്നുള്ള രീതിയിൽ ഈ 4 പേരുടെയും പേരുകൾ വളരെ പ്രധാനപ്പെട്ട അതാണ്. ഈ പറയുന്ന ലളിതാംബിക അന്തർജനം അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള അല്ലെ. അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ ചേക്കേറുന്നിടത്തുള്ള അവതാരിക കെ പി എഫിനൊക്കെയാണ്. അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളുടെ ജലതരംഗം എന്നാണ് അവതാരികയുടെ പേര്. ചിലപ്പോൾ അത് മാത്രം എടുത്തുകൊണ്ട് അത് ഏത് കവിതയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് അങ്ങനെയൊക്കെ ചോദിക്കാം അല്ലെ. ചാഞ്ഞു പെയ്യുന്ന മഴ എന്ന് പറയുന്ന അവിടെ മറ്റൊരു സമാഹാരം ഉണ്ടല്ലേ. കർക്കിടക വാവ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു സമാഹാരത്തോടു കൂടിയാണ് ആര് വരുന്നത്? ലളിതാലയനി അല്ലെ. കർക്കിടക വാവ് എന്ന് പറയുന്ന നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ സാധനം അല്ലെ. പ്രണയം ഒരു ആൽബം പോലുള്ള രചനകളാണ്. വി എം ഗിരിജയുടെ അത് അല്ലെ. അപ്പോ ജീവജലം അങ്ങനെയുള്ള കളക്ഷൻസ്. അപ്പോ ഈ പറയുന്ന ആദ്യഘട്ടത്തിലുള്ള ആധുനികാനന്തര കവിതയുടെ ഈ പറയുന്ന അൻവർ അലി അല്ലെങ്കിൽ കെ ടോണി, പി പി രാമചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ആ ഒരു നിരയിൽ വരുന്ന സ്ത്രീ സാന്നിധ്യങ്ങളാണ് ഇവർ 4 പേരും. അപ്പൊ അവരുടെ കവിതകളെ ഓർമ്മയുണ്ടാവണം. പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ വരികളൊക്കെ ഓർമ്മയുണ്ടാവും. ജി ശങ്കരപ്പിള്ളയുടെ തനത് നാടകം ഏത് എന്നാണ്? പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ നാടകങ്ങളാണ് അല്ലെ. അതിനകത്ത് കറുത്ത ദൈവത്തെ തേടിയും ഏറ്റവും പ്രധാനമായിട്ട് കിരാതമാണ് അങ്ങനെ വരുന്നത് അല്ലെ. കിരാതം ആദ്യകാല മറ്റേ തനത് നാടകങ്ങളിലാണ് കിരാതവും കറുത്ത ദൈവത്തെ തേടിയും അതുപോലെ അല്ലെ. ശ്രീയണ്ണനായോട് ചോദിക്കും അല്ലെ ഏതാണ് അല്ലെ. പിന്നെയാണ് കാവാലത്തിന്റെ ദൈവത്താ തുടങ്ങിയ നാടകങ്ങൾ പിന്നീട് വരുന്നത്. അപ്പൊ അതിന് വ്യത്യസ്തമായ ആദ്യകാല നാടകങ്ങൾ എന്നുള്ള രീതിയിൽ ആ നാടകങ്ങൾ ഓർമ്മയുണ്ടാവും. അഗടിയ മലബാരിക്ക എന്ന കൃതി ആരുടേതാണ് എന്നുള്ളതാണ്? പൗലിനോസ് ഭാരതി. അദ്ദേഹത്തിന് പാതിരിയാണ് അല്ലെ. സംക്ഷേപ വേദാർത്ഥം പോലുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാമല്ലേ. ഈ പറയുന്ന ഇതിന്റെ പ്രത്യേകത, ഈ കൃതിയുടെ പ്രത്യേകത എന്താണ്? ആദ്യത്തെ പഴഞ്ചൊൽ സമാഹാരം. അതെ, പഴഞ്ചൊൽ സമാഹാരമാണ് അല്ലെ. ഒരു മലയാളം ലാറ്റിൻ ഗ്രന്ഥമാണ്. 1791 അത് വരുന്നത് അല്ലെ. 100 മലയാളം പഴഞ്ചൊല്ലുകളാണ് അതിന് ലാറ്റിൻ പരിഭാഷയും ചേർന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ പറയുന്ന പൗളിനോസ് പാതിരി ആണ് ഇതിന്റെ സമ്പാദകനായിട്ട് വരുന്നത്.
പൊന്നാനകളി എന്ന് പേരുള്ള അനുഷ്ഠാന കല ഏത് എന്നാണ്? കൊടിയേറ്റ്, കണ്യാർകളി, തീയാട്ട്, കൊങ്ങൻപട. നമ്മൾ ഫോക്ലോറും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനകള്, ദൃശ്യകലകൾ ആ മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യമാണ് അല്ലെ. ഏതാണ് അറിയാവോ? കണ്യാർകളിയാണ്. പാലക്കാട് ജില്ലയിലെ ഉള്ള ഒരു കണ്യാർകളിയാണ്. നായന്മാരുടെ ഇടയിലുള്ള ഒരു കണ്യാർകളിയാണ് അല്ലെ. അപ്പൊ ഈ പൊറാട്ടും മറ്റൊക്കെ പറയാൻ വരുന്ന അല്ലെ, മേടമാസക്കാലത്ത് നടത്തുന്ന ഒരു ഗുരുപരതാരാധനയുമായി ബന്ധപ്പെട്ട ഒരു അനുഷ്ഠാന ഇതാണ് കണ്യാർകളി എന്ന് പറയുന്നത്. അത് വട്ടക്കളി, പൊറാട്ടുകളി, അങ്ങനെ പലതരം കളികളൊക്കെ ഉണ്ട്. അപ്പൊ അനുഷ്ഠാനപരവും അനുഷ്ഠാനേതരമായ സംഗതികൾ ഇടകലർത്തിയിട്ടുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ്. അതിന് പൊന്നാനകളി എന്ന് പേര്. മലയാളത്തിലെ ആദ്യത്തെ നിയോ റിയലിസ്റ്റിക് സിനിമ ഏത് എന്നാണ് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. എല്ലാവർക്കും ഉത്തരം അറിയാം. ബോയ് ആണ് അല്ലെ. അത് ആരാണ് സംവിധാനം? 1955 അല്ലെ. പി രാമദാസ് ഈ പറയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് തൃശ്ശൂരിൽ നിന്ന് അല്ലെ. അവര് ഈ വിദ്യാർത്ഥികൾ ഒരുക്കിയ അല്ലെ ലോകത്തിലെ തന്നെ ആദ്യത്തെ കൊമേഴ്സ്യൽ സിനിമ എന്നുള്ള രീതിയിലാണ് ന്യൂസ് പേപ്പർ ബോയ്ക്ക്. ആ സമയത്ത് അത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. പിൽക്കാലത്താണ് ഒരുപാട് 2000 കൂടിയാണ് അത്ര ഒരു സിനിമയെ കുറിച്ച് കാര്യമായ ചർച്ച തന്നെ വരുന്നത് അല്ലെ. ബാക്കിയുള്ള ഈ സിനിമകളൊക്കെയും നമ്മുടെ മലയാള സിനിമ ചരിത്രത്തിനകത്ത് പ്രധാനമാണ്. അപ്പൊ ആ ഒരു ഓപ്ഷൻസിന്റെ ഒക്കെ എന്താണെന്നുള്ളതാണ് ഓർമ്മയുണ്ടാവണം അല്ലെ. വിഗതകുമാരൻ എന്ന് പറയുന്നത് അല്ലെ 1928 വരുന്നത് അല്ലെ. ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് അല്ലെ. നിശബ്ദ ചിത്രമാണ് അല്ലെ. അത് ആരാണത്? വളരെ പ്രസിദ്ധമാണ് അല്ലെ. ആരാണ്? എ.സി. ഡാനിയൽ ആണ് അല്ലെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് കമൽ സംവിധാനം ചെയ്ത സിനിമ അല്ലെ. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ നഷ്ടനായികയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്ത് ഓർമ്മയുണ്ടാവണം അല്ലെ. നീലക്കുയിൽ അല്ലെ ആദ്യമായിട്ട് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയ സമാന്തര സിനിമയുടെ ആദ്യ രൂപം എന്നൊക്കെ പറയാവുന്ന സാധനമാണ് നീലക്കുയിൽ എന്ന് പറയുന്നത് അല്ലെ. രണ്ടുപേർ ചേർന്നാണ് സംവിധാനം ചെയ്ത്. ആരൊക്കെയാണത്? അതെ, പി ഭാസ്കരനും രാമുകാരിയാണ് അല്ലെ. മറ്റേ 1954 അല്ലെ മികച്ച രണ്ടാമത്തെ ചലച്ചിത്ര ദേശീയ പുരസ്കാരം നേടിയ ചിത്രമാണ് നീലക്കുയിൽ എന്ന് പറയുന്നത്. അതിലെ പാട്ടുകൾ വളരെ പ്രസിദ്ധമായിരുന്നു അല്ലെ. കേരളീയമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളെ പറിച്ചു നട്ടത് ഏത് സിനിമയിലൂടെയാണ്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അത് വരും അല്ലെ. ആരാണ് അതിന്റെ ഒരു തിരക്കഥ ആരാണ് എഴുതുന്ന ഓർമ്മയുണ്ടോ? ചോദ്യം വരാൻ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറെ ചോദ്യങ്ങൾ നീലക്കുയിലുമായി ബന്ധപ്പെട്ട് ഓർമ്മയുണ്ടാവും അല്ലെ. ആദ്യത്തെ ശബ്ദചിത്രമാണ് ഏത്? ആരാണ് ചെയ്തത്? മറ്റേ ഈ ടി.ആർ. സുന്ദരമാണ് അതിന്റെ ഒരു മറ്റേ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. അത് ഓർമ്മയുണ്ടാവണം അല്ലെ. പ്രദർശിപ്പിക്കുന്ന 1938 അത് പ്രദർശിപ്പിക്കുന്നു അല്ലെ. അതിനകത്തൊരു പാഴ്സി അല്ലെ ആണ് നൊട്ടാണി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇതിലെ പ്രധാനപ്പെട്ട ഓപ്ഷൻസിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഓർമ്മയുണ്ടാവും അല്ലെ. അപ്പൊ മലയാള സിനിമയുടെ ആദ്യത്തെ ചരിത്രം നമുക്ക് ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയും അല്ലെ. സൂഫി പറഞ്ഞ കഥ. കെ.പി. രാമനുണ്ണിയുടെ സൂഫി പറഞ്ഞ കഥയ്ക്ക് ചലച്ചിത്ര ഭാഷ്യം നൽകിയത് ആരാണ് എന്നാണ്? ടി.വി. ചന്ദ്രൻ, പ്രിയനന്ദൻ അല്ലെ, കെ.പി. കുമാരൻ അല്ലെ. അപ്പൊ ഇവര് എല്ലാവരും ഈ പറഞ്ഞ പോലെ പലതരം ഇത്തരം സംഗതികൾ ചെയ്തയാളാണ് അല്ലെ. പ്രിയനന്ദൻ അദ്ദേഹത്തിന്റെ അതല്ലാതെയും ചില സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ സിനിമ പറയാവോ? നെയ്ത്തുകാരൻ. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലാണ് നെയ്ത്തുകാരൻ അല്ലെ. അത് നെയ്ത്തുകാരൻ അല്ലെ ആരുമായി ബന്ധപ്പെട്ട സിനിമയാണ്? അത് ഇ.എം.എസിന്റെ മരണവുമായി ബന്ധപ്പെട്ട അതിനകത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള അല്ലെ മുരളിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സിനിമയാണ് അദ്ദേഹത്തിന് ഈ നെയ്ത്തുകാരൻ. അദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത സിനിമയാണ്. പിന്നെ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ പുരസ്കാരം നേടിയ ഒരു സിനിമ ഇതുപോലെ പുലിജന്മമുണ്ട് അല്ലെ. സൂഫി പറഞ്ഞ കഥ, ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അല്ലെ, നെയ്ത്തുകാരൻ തുടങ്ങിയ സിനിമകൾ ചെയ്തതാണ്. അപ്പൊ ഈ അഡാപ്റ്റേഷന്റെ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയനന്ദൻ. 2023 അങ്ങനെ ചോദിക്കാം, ഏറ്റവും പുതിയ ചില അവാർഡുകളൊക്കെ നമ്മൾ നോക്കി വെക്കണം എന്ന് പറയല്ലേ. സാഹിത്യ അക്കാദമി, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അല്ലെ, അങ്ങനെ ചില അവാർഡുകളൊക്കെ, വയലാർ അവാർഡ് പോലുള്ള സാധനങ്ങളൊക്കെ അല്ലെ. അപ്പൊ 2023 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച ചിത്രമായത് ഏത് എന്നാണ് അല്ലെ. ആടുജീവിതം എന്നുള്ള സിനിമയ്ക്ക് ബ്ലെസ്സിക്ക് ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് കിട്ടി. എനിക്ക് തോന്നുന്നു നടന് ഉള്ളൊഴുക്ക്, തടവ് എന്നുള്ള 2 സിനിമകൾക്കാണ്. ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ഉർവശിക്ക് കിട്ടും. സിനിമയില് ബീനാർ ചന്ദ്രന് ഏറ്റവും നല്ല, അവർ രണ്ടുപേരും ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ. കാതൽ ദ കോറാണ് ഏറ്റവും നല്ല സിനിമയായിട്ട് അല്ലെ. ജിയോ ബേബി സംവിധാനം ചെയ്ത സിനിമയാണ് അല്ലെ. അത് വളരെ പ്രസിദ്ധമായ സിനിമയാണ് അല്ലെ. അത് ഒരുപക്ഷെ അതിന്റെ പ്രമേയപരമായിട്ട് തന്നെ ഈ പറയുന്ന ആ പ്രമേയത്തെ മുൻനിർത്തിയും അല്ല, എല്ലാവർക്കും അറിയാം, പ്രമേയത്തെ മുൻനിർത്തിയും ചിലപ്പോ ഈ പറയുന്ന എന്താ പറയാ
ചോദ്യങ്ങൾ. മലയാളത്തിലെ ആദ്യ ആയുർവേദ മാസിക ഏതാണ് എന്നാണ്? ധന്വന്തരി. ധന്വന്തരിയാണ് അല്ലെ. അത് കോട്ടക്കൽ നിന്ന് വന്ന ഒരു അല്ലെ, ഈ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ സഹകരണത്തോടു കൂടി ആര്യവൈദ്യ സമാജത്തിന്റെ പ്രസിദ്ധീകരണമായിട്ടാണ് വരുന്നത് അല്ലെ. PS വാര്യർ ആണല്ലേ. പിന്നെ PV കൃഷ്ണവാര്യരാണ് അതിന്റെ പുറത്തിറക്കാനുള്ള ചുമതലയൊക്കെ നടത്തിയിരുന്നത് അല്ലെ. അപ്പൊ അത് ഓർമ്മയുണ്ടാവണം അല്ലെ, ധന്വന്തരി എന്ന് പറയുന്ന മാസിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിളിപ്പാട്ട് വൃത്തങ്ങൾ മാത്രം അടങ്ങുന്ന ഗണം ഏത് എന്നാണ് ചോദ്യം അല്ലെ. എല്ലാവർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടും. കാകളി, കേക, അന്നനട എന്നുള്ളതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ കിളിപ്പാട്ട് വൃത്തങ്ങൾ ഏതൊക്കെയാണ്? അപ്പൊ ഇതിനകത്ത് കൊടുക്കാത്ത കിളിപ്പാട്ട് വൃത്തങ്ങൾ ഉണ്ടല്ലേ, കളകാഞ്ചി, മണികാഞ്ചി, മിശ്രകാകളി എന്നൊക്കെ പറയുന്ന അല്ലെ. അപ്പൊ ആ ഒരു കിളിപ്പാട്ട് വൃത്തങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഓർമ്മയുണ്ടാവണം. ഓക്കെ. ക്ഷോണീന്ദ്ര പത്നിയുടേതാണ് അത്. വാണിം നിശമ്യ എന്ന് തുടങ്ങുന്ന ദണ്ഡകമുള്ളത് ഏത് ആട്യകഥയിലാണ് എന്നാണ്? കീചകവധത്താണ് അല്ലെ. ഈ പറയുന്ന അജ്ഞാതവാസ കാലത്ത് അല്ലെ, വിരാട രാജധാനിയിൽ വെച്ചിട്ട് ഈ പറയുന്ന മറ്റേ പാഞ്ചാലിയെ സമീപിക്കുന്ന കീചകനെ ഈ ഭീമൻ വധിക്കുന്ന ഒരു ഇതാണ് കഥ അല്ലെ. കീചകവധം ആരുടേതാണ്? ഇരയിമ്മൻ തമ്പിയുടെ. ഇരയിമ്മൻ തമ്പിയുടെ മറ്റ് ആട്ടക്കഥകൾ ഓർമ്മയുണ്ടാവണം അല്ലെ. ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, അതിലെ ദണ്ഡകര്, ദക്ഷയാഗം എന്ന് പറയുന്ന അല്ലെ കീചകവധം ആട്ടക്കഥയുണ്ട് അല്ലെ. അപ്പൊ അത്തരം പ്രധാനപ്പെട്ട ആട്ടക്കഥകളൊക്കെ ഓർമ്മയുണ്ടാവണം അല്ലെ. പിന്നെ ഇതിനകത്തുള്ള ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്കറിയാം. വിവാദ കവച കാലിക വേദ ആരുടേതാണെന്ന് അറിയാം അല്ലെ. അതെ. ദുര്യോധനവധം ആട്ടക്കഥ എന്ന് പറയുന്നത് ആരുടേതാണെന്ന് അറിയോ? മുറുക്കഴിച്ച കവിത എന്നുള്ളത് ദുര്യോധനവധം ആട്ടക്കഥ വയസ്കര ആര്യനാരായണൻ മൂസ് എന്ന് പറയുന്ന, അതെ, വയസ്കര മൂസിന്റെയാണ് അത് അല്ലെ. മറ്റതോ കിളിമാനൂർ തമ്പുരാന്റേതാണ് അല്ലെ, രാവണ വിജയം എന്ന് പറയുന്ന ആട്ടക്കഥ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആട്ടക്കഥകളിൽ പ്രധാനപ്പെട്ട ആട്ടക്കഥകളുടെ പേര് ഈ പറയുന്ന കോട്ടയം കഥകളും അതുപോലെ തന്നെ ഇരയിമ്മൻ തമ്പിയും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കുറച്ച് പേരുടെ പേര് കൂടെ ഓർമ്മയുണ്ടാവണം. എന്നെ കുറിച്ച് എഴുതുമ്പോൾ ഞാൻ മനുഷ്യനെ കുറിച്ച് തന്നെയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞത് ആര് എന്നാണ്? വയലാർ രാമവർമ്മ, ONV കുറുപ്പ്, NV കൃഷ്ണവാര്യർ, ബാലചന്ദ്രൻ ചുള്ളിക്കാട്. വയലാറാണോ? ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് സംശയം തോന്നാവുന്ന കാരണം ഇവരെല്ലാവരും ഈ മാനവികവാദികളായിരുന്നു അല്ലെ. പക്ഷെ ഇങ്ങനെ പറഞ്ഞത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. മാനസാന്തരത്തിന്റെ ഒരു അവതാരികയിൽ അദ്ദേഹം പറയുന്ന, തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. തന്റെ സംഗതികൾ എന്ന് പറയുന്നത് ഏറ്റവും വ്യക്തിപരമാണ് തന്റെ കവിത എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു കാരണം എന്നെ കുറിച്ച് എഴുതുമ്പോൾ ഞാൻ മനുഷ്യനെ കുറിച്ച് തന്നെയാണ് എഴുതുന്നത് എന്ന് പറയുന്നു. ഓക്കെ. മലയാള സാഹിത്യത്തിലെ ആദ്യ കാൽപ്പനികതാവാദിയായ അന്യൻ എന്ന് ഇടപ്പള്ളിയെ വിശേഷിപ്പിച്ചാൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു അല്ലെ. കാൽപ്പനികവാദിയായ അന്യൻ എന്ന് പറയുന്ന, റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്നൊക്കെ പറയുന്ന ഒരു സംഗതി കൊണ്ടുവരുന്നു അല്ലെ. ഈ പറയുന്ന എന്താ പറയാ, എനിക്ക് പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, ആ സ്ഥാനത്തെ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഈ പറയുന്ന സംഗതി പറയുന്നത്. ഇടപ്പള്ളിയെ ഏത് ലേഖനത്തിലാന്ന് ഓർമ്മയുണ്ടോ? മരണത്തിന്റെ സൗന്ദര്യം. അതെ, മരണത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതികൾ നിക്ഷേപിക്കുന്നവിടെ സുവിശേഷം അല്ലെങ്കിൽ കലഹവും വിശ്വാസവും അല്ലെ, മലയാള ഭാവന മൂല്യങ്ങളും സംഘർഷങ്ങളും അല്ലെ, ഉത്തരാധുനികതയെ ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ പേര് പറയാമോ? ഉത്തരാധുനിക വംശവും ചരിത്ര. അതെ. അപ്പൊ നോവൽ മാറുന്ന മലയാള നോവൽ എന്ന് പറയുന്ന ഉത്തരാധുനിക വർത്തമാനവും വംശാവലിയും അല്ലെ. അപ്പൊ അങ്ങനെ അതുപോലെ രോഗവും സാഹിത്യ ഭാവനയും അല്ലെ, അങ്ങനെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട അല്ലെ ബൈബിളിനെ കുറിച്ച് അദ്ദേഹം ബൈബിൾ അനുഭവം, വായനാനുഭവത്തെ കുറിച്ച് ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്ന് പറയുന്ന സാധനം, തിരസ്കാരം അല്ലെ, ഞങ്ങൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട നിരൂപണ ഗ്രന്ഥങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഓർമ്മയുണ്ടാവും. പ്രസാദനം തുടങ്ങിയ കാലക്രമം അനുസരിക്കുന്ന ഗണം ഏത് എന്നാണ് അല്ലെ. നമ്മുടെ പത്രങ്ങളുടെ ചരിത്രം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അല്ലെ. അപ്പൊ അതിനകത്ത് അതിന്റെ ഒരു ക്രമം അല്ലെ ഏതാണ് എന്നുള്ളത്. രാജ്യസമാചാരം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്? കേരളമിത്രം, സ്വദേശാഭിമാനി, കേരള കൗമുദി. കേരള കൗമുദി അല്ലെ. രാജസമാചാരം 1847 അല്ലെ. കേരളമിത്രം 81 അല്ലെ. സ്വദേശാഭിമാനി 1905 കേരള 1911 അല്ലെ. അപ്പൊ ആദ്യകാലത്ത് അത്തരം കുറെ മാസികകൾ അല്ലെ, കേരളം എന്ന് പറയുന്ന ഒരു മാസിക അല്ലെ, മറ്റേ 1800 ട്രാവൻകൂർ ഹെറാൾഡ് എന്ന് പറയുന്നത്, കേരളോപകാരി എന്ന് പറഞ്ഞൊരു മാസികയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആദ്യകാലത്തെ മാസികകളെ കുറിച്ചൊക്കെ ഒരു പശ്ചിമതാരകം അല്ലെ, വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ജ്ഞാന നിക്ഷേപം അല്ലെ, അങ്ങനെ ആദ്യകാലത്തെ വിദ്യാസംഗ്രഹം അല്ലെ, അങ്ങനെയുള്ള ദീപിക, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട മലയാള മനോരമ, അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആ കാലഘട്ടങ്ങളിലെ ഈ പറയുന്ന ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ പത്രങ്ങളെ ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫോമിൽ അത് നോട്ട് തന്നിട്ടുണ്ട്, അത് വെച്ചൊന്ന് ചെയ്തു കഴിഞ്ഞാൽ
എളുപ്പമായിരിക്കും. ഓക്കെ. അതുപോലെ ഇന്ന് നിലനിൽക്കുന്ന പത്രങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ചന്ദ്രിക, ദേശാഭിമാനി, മാതൃഭൂമി എന്നൊക്കെ പറയുന്ന ഇന്ന് നിലനിൽക്കുന്ന പത്രങ്ങളുടെ തുടക്കക്കാരാരാണ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. മാതൃഭൂമിയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു എന്ന്? KP കേശവമേനോൻ. ആശാമേനോന്റെ യാത്രാവിവരണ ഗ്രന്ഥം, ഇതെല്ലാം ആശാമേനോൻ എഴുതിയതാണ്. അടരുന്ന കക്കകൾ. അടരുന്ന കക്കുകൾ അല്ലെ? അതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? അടരുന്ന കക്കുകൾ അദ്ദേഹം കുറെ യാത്രാവിവരണം എഴുതിയതല്ലേ. പ്രത്യേകത എന്താണ്? ഏറ്റവും മികച്ച യാത്രാവിവരണത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അല്ലെ 95 കിട്ടിയ ഒരു കൃതിയാണ് അല്ലെ ആശാമേനോന്റെ അല്ലെ. കെ ശ്രീകുമാർ, ചിലപ്പോൾ അങ്ങനെ പേരുകൾ ചോദിക്കുക, HSC ആകുമ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാം. അവിടെ തൂലികാനാമം എന്നൊക്കെ പറയുന്ന അല്ലെ കെ ശ്രീകുമാർ അദ്ദേഹത്തിന്റെ പേര് അല്ലെ. അദ്ദേഹത്തിന് മറ്റു അവാർഡ് കിട്ടിയത് തനുമാനസി എന്ന് പറയുന്നല്ലേ, അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ കേരള സാഹിത്യ അവാർഡ് കിട്ടിയ ഒരു കൃതിയാണ്. 2 ഭാഗങ്ങളായിട്ട് വരുന്ന നാടകങ്ങൾ ഏതാണ് എന്നുള്ളതാണ് അല്ലെ. സൃഷ്ടി സംഹാരം, അശ്വമേധം ശരശയ്യ. അശ്വമേധം ശരശയ്യ എന്ന് പറയുന്ന അല്ലെ തോപ്പിൽ ഭാസിയുടെ അല്ലെ 1962 അശ്വമേധം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ നാടകമാണ്. അശ്വമേധം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടാണ് അദ്ദേഹം 64 ശരശയ്യ എന്ന് പറയുന്ന നാടകം അല്ലെ. അത് സിനിമയായി അദ്ദേഹം തന്നെ അത് പിന്നീട് സിനിമയാക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട മറ്റു നാടകങ്ങൾ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, മൂലധനം അല്ലെ, അതുപോലെ തന്നെ കുടിയനായ പുത്രൻ, സർവേക്കല്ല്, കുറെ ഓർമ്മയുണ്ടാവണം. അദ്ദേഹത്തിന്റെ സൂക്ഷിക്കുക, അടുത്ത ചേർന്ന് പോവുക പോലുള്ള കയ്യും തലയും പുറത്തെടുത്തൽ, അങ്ങനെ കുറെ നാടകങ്ങൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. അത് ഓർമ്മയുണ്ടാവണം. ഈ പറയുന്ന നാടകങ്ങളൊക്കെ സൃഷ്ടി സംഹാരയുടെ നാടകമാണ്. സൃഷ്ടി സ്ഥിതി സംഹാരം ആ മനുഷ്യനെ തന്നെ അവൻ വീണ്ടും വീണ്ടും എല്ലാവർക്കും അറിയാം അല്ലെ. കാബാലികയും പ്രതലോകവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഈ നാടകങ്ങളുടെ ആളുകൾ നമ്മൾ ഓരോ വാക്കുകേട്ട ആരുടെയാണെന്ന് കണക്ട് ചെയ്ത് എപ്പോഴും പോകും. ഓക്കെ. ചേരുംപിടി ചേർക്കുക വിവർത്തനവുമായി ബന്ധപ്പെടുത്തിയുള്ള ചോദ്യമാണ് അല്ലെ. വിവർത്തകന്മാരെ കുറിച്ച് ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം അല്ലെ. വിവർത്തനവുമായി യയാതി നിത്യദാമോദരൻ, സത്യാർത്ഥി, വിലയ്ക്ക് വാങ്ങാം എസ് വേലായുധൻ, ഏകാന്തതയിൽ 100 വർഷം പി മാധവൻ പിള്ള. യയാതി ആരുടേതാണ്? പി മാധവൻ പിള്ള. മാധവൻ പിള്ളയാണ് യയാതിയുടേത് അല്ലെ. ചിലപ്പോ അത് അതിന്റെ ഒറിജിനൽ ഓതർ ആരാന്നും ചോദിക്കാൻ ഓർമ്മയുണ്ടാവണം അല്ലെ. ആരാണ്? അല്ലെ. ഏത് ഭാഷ കാരമസോവ് സഹോദരന്മാരുടെ വിവർത്തനം അല്ലെ. അത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവർത്തകനാണ് അല്ലെ. പ്രത്യേകിച്ച് ദസ്തയേവ്സ്കിയുടെ വിവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മൾ അദ്ദേഹത്തിന്റെ വിവർത്തനത്തിലൊക്കെ സ്ഥിരം പഠിക്കുന്നതാണ് അല്ലെ. ആരാണ്? NK ദാമോദരനാണ് അല്ലെ. വിലയ്ക്ക് വാങ്ങാം അദ്ദേഹം വളരെ പ്രസിദ്ധനായ പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനി MN സത്യാർത്ഥിയാണ് അല്ലെ. വിലയ്ക്ക് വാങ്ങാം ആരുടെ നോവലാണ്? അറിയില്ല. ഏകാന്തതയിൽ 100 വർഷം മറ്റേ എസ് വേലായുധൻ അല്ലെ. പ്രൊഫസർ എസ് വേലായുധൻ അല്ലെ. അത് മറ്റേ പറഞ്ഞതുപോലെ അല്ലെ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. വടക്കൻ പാട്ടുകൾ ശേഖരിച്ച് രേഖപ്പെടുത്തിയ ഗവേഷകരാരൊക്കെയാണ് എന്നാണ്? വടക്കൻ പാട്ടുകള് ഗുണ്ടർട്ട് പേഴ്സിമാക്യൻ, ചേലനാട്ടച്യുതമേനോൻ. 1 ഉം 3 ഉം 1 ഉം 3 ഉം ആണ് അല്ലെ. 1 ഉം 3 ഉം ആണ്. വില്യം ലോഗൻ 1 ഉം 3 ഉം അതാണ് ശരിയായിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പിന്റെ മേഘസന്ദേശം അല്ലെ. മേഘസന്ദേശത്തിന് ഒരുപാട് തർജ്ജമകൾ ഉണ്ടായിരുന്നു. മേഘഛായയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തർജ്ജമ എന്ന് പറയുന്നത് 3 തർജ്ജമയാണ്. ഒന്ന് AR രാജരാജവർമ്മയുടെ തർജ്ജമയുണ്ട് അല്ലെ. കൃഷ്ണമാരാരുടെ ഗദ്യ സ്വഭാവത്തിൽ തർജ്ജമയുണ്ട് അല്ലെ. പിന്നെ അതുപോലെ തന്നെ തിരുനെല്ലൂരിന്റെ തർജ്ജമയുണ്ട് അല്ലെ. അപ്പൊ ആ തർജ്ജമയൊക്കെ ഓർമ്മയുണ്ടാവും അല്ലെ. അപ്പൊ അതിനകത്തുള്ള ഈ വൃത്തങ്ങളിൽ വരുത്തിയൊരു മാറ്റം അല്ലെ. അപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പോ ഈ പറയുന്ന ശങ്കരക്കുറുപ്പ് ഉപയോഗിച്ച വൃത്തം ഏതാണ്? ശ്രദ്ധരയാണ് അല്ലെ. ശാർദൂല വികൃതമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ അല്ലെ. തിരുനെല്ലൂരിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? തിരുനെല്ലൂരിന്റെ മേഘസന്ദേശം ദ്രാവിഡ വൃത്തത്തിലേക്കുള്ള അത് തർജ്ജമ ചെയ്തത് എന്നുള്ളത് അതിന്റെ പ്രത്യേകത. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അതിനകത്ത് തന്നെ മേഘസന്ദേശ കാളിദാസ തർജ്ജമകളിൽ അത്രയും ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഗുണീഭൂത വ്യംഗ്യത്തിൽപ്പെട്ട അലങ്കാരം ഏത് എന്നാണ് ചോദ്യം. 2 ചോദ്യങ്ങൾ കൂടെ നമുക്ക് അവസാനിപ്പിക്കാം. ഗുണീഭൂത വ്യംഗ്യത്തിൽപ്പെട്ട അലങ്കാരം ഏത്? രൂപകാതിശയോക്തിയാണോ? സമാഹിതമാണ്. അദ്ദേഹം 9 അലങ്കാരങ്ങളാണ്. ഗുണീഭൂത വ്യംഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമുക്കറിയാം വ്യംഗ്യത്തെക്കാൾ വാച്യത്തിന് പ്രാധാന്യം ഉണ്ടാവുന്നു. അപ്പൊ വ്യംഗ്യം വാച്യത്തിന് കീഴടങ്ങി നിന്ന് ഈ പറയുന്ന വാച്യത്തിന് ശോഭ കൂട്ടുന്നു. അപ്പൊ വാച്യത്തിന് ശോഭ കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലങ്കാരം എന്ന് പറയുന്നത് അല്ലെ. ചമത്കാരം ചമയ്ക്കുന്ന മട്ട്. അപ്പൊ വാച്യത്തിന് ശോഭ കൂട്ടുന്നത് കൊണ്ട് തന്നെ ഗുണീഭൂത വ്യംഗ്യങ്ങൾ അലങ്കാരങ്ങളാണെന്ന് പറഞ്ഞിട്ട് 9 ഗുണീഭൂത വ്യംഗ്യങ്ങളെ രസവാൻ, സമാഹിതം, ഊർജസ്വി എന്നൊക്കെ പറയുന്ന 9 ഗുണീഭൂത അലങ്കാരങ്ങൾ ഗുണീഭൂത വ്യംഗ്യത്തിൽപ്പെട്ടതാണ് എന്ന് പറയുന്നത്. മറ്റൊക്കെ നമ്മൾ സാമ്യോക്തി എന്നൊക്കെ പറയുന്ന വാച്യം തന്നെയാണ്. പക്ഷെ ഗുണീഭൂത വ്യംഗ്യമാകുമ്പോൾ
ഈ പറയുന്ന ധ്വനി എന്ന് പറയുന്ന സാധനമായിട്ട് കണക്റ്റഡ് ആയി, വെങ്കിയുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരും. ന്യൂ ക്രിറ്റിസിസം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആര് എന്നാണ്? ജോയൽ സ്പിൻഗാം. ജോയൽ സ്പിൻഗാം ആണ് അല്ലെ. അത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ആക്ച്വലി ജോയൽ സ്പിൻഗാം ഒരു ടോക്കിനകത്ത് അദ്ദേഹം ഇങ്ങനെ ആ ഒരു ടേം കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ടോക്കിനകത്ത് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ടേം കൊണ്ടുവരുന്ന ജോൺ ക്രോ റാൻസത്തിന്റെ ന്യൂ ക്രിറ്റിസം എന്ന് പറയുന്ന 1941 പുസ്തകത്തിലാണ്. ഈ 4 പേരും ന്യൂ ക്രിറ്റിസത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. ക്ലിയാൻ ബ്രൂക്സ്, വിംസാറ്റ്, അതുപോലെ തന്നെ ഐ റിച്ചർഡ്സ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രയോക്താവായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകം അല്ലെ പ്രാക്ടിക്കൽ ക്രിറ്റിസം എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് ന്യൂ ക്രിറ്റിസത്തിന് ഈ പറയുന്ന പഠനം ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങളൊക്കെ വരുന്നത് അല്ലെ. അപ്പോ അത് ശ്രദ്ധിക്കണം. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ സ്പിൻഗാം ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ജോൺ ക്രോ റാൻസം ആണ്. പല പുസ്തകങ്ങളും ജോൺ ക്രോ റാൻസം എന്ന് പറയുന്ന ആൻസർ ആണ് കാണുക. അതിന്റെ കാരണം ഇതാണ്. ലൈവ്സ് ഓഫ് ദ പോയറ്റ്സ് എന്ന കൃതി രചിച്ചത് ആര് എന്നാണ്? പി ഷെല്ലി, മാത്യു അർണോൾഡ് അല്ലെ, സാമുവൽ ജോൺസൺ, ഫിലിപ്പ് സിഡ്നി അല്ലെ. ഇവരൊക്കെയും കവിതയ്ക്ക് വേണ്ടി വാദിച്ച ആളുകളാണെന്ന് അറിയാം അല്ലെ. സാമുവൽ ജോൺസൺ ആണ് ലൈവ്സ് ഓഫ് ദ പോയറ്റ്സ് എന്ന് പറയുന്ന കൃതി അല്ലെ. 18ാം നൂറ്റാണ്ടിലെ 52ഓളം മറ്റേ കവികളുടെ ഒരു ജീവചരിത്രവും അല്ലെങ്കിൽ ആ കവിതയെ കുറിച്ചുള്ള വിമർശനാത്മകമായ പഠനമൊക്കെ വെച്ചുകൊണ്ടാണ് ആ കൃതി വരുന്നത് അല്ലെ. ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ലൈവ്സ് ഓഫ് ദ പോയറ്റ്സ് എന്ന് പറയുന്ന പുസ്തകം. ഭാവുകത്വ വിഘടനം എന്നത് ആരുടെ സങ്കല്പമാണ്? ടി.എസ്. എലിയറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ യൂണിഫിക്കേഷൻ ഓഫ് സെൻസിബിലിറ്റിയും ഡിസോസിയേഷൻ ഓഫ് സെൻസിബിലിറ്റി എന്ന് പറയുന്ന 2 ആശയങ്ങൾ അല്ലെ. അദ്ദേഹം ഈ മെറ്റാഫിസിക്കൽ പോയറ്റ്സിന്റെ കുറിച്ചുള്ള പഠനങ്ങളിലാണ് അദ്ദേഹം ഈ പറയുന്ന ജോൺ ഡോണയെ പോലുള്ള കവികളെ കുറിച്ചിട്ടാണ് ഈ യൂണിഫൈഡ് സെൻസിബിലിറ്റി ആണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ പറയുന്ന ആ പഠനത്തിനകത്താണ് അദ്ദേഹം ഈ ഭാവുകത്വ വിഘടനം എന്ന് പറയുന്ന ഒരു ആശയം. ഓക്കെ, ഒരു ചോദ്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. സ്ഥായിക്ക് പരിപുഷ്ടി ഉണ്ടാകുമ്പോഴാണ് രസം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞതാരാണ്? ഉപജിത സ്ഥായിയാണ് രസം എന്നൊക്കെ പറയുന്ന ഭാഗം അല്ലെ. ആരുടേതാണ്? അല്ല, അത് ഭുക്തിവാദം അല്ലേ. ഭാവുകത്വം ഭോജകത്വം എന്നൊക്കെ പറഞ്ഞ ഭട്ടലോലനാണ് ഈ പറഞ്ഞ രസം ഉൽപ്പന്നമാവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു അല്ലെ. സ്ഥായി ഭാവത്തെ അല്ലെ വിഭാവ അനുഭാവ ആദികളാൽ പരിപോഷിപ്പിക്കപ്പെട്ട് രസം ഉൽപ്പന്നമാകുന്നു എന്ന് പറയുന്നൊരു വാദം. ഇതിനെയാണ് ശ്രീ ശങ്കുകൻ എതിർക്കുന്നത്. ഈ പറയുന്ന അങ്ങനെ പരിപുഷ്ടിയല്ല എന്ന് പറയുന്ന അല്ലെ, അല്ലെങ്കിൽ സ്ഥായി ഭാവമാണ് രസമായി പരിണമിക്കുന്നത് എന്ന് പറയുന്ന ഒരു ആശയത്തെ എതിർക്കുന്നത് അല്ലെ. അങ്ങനെയാണ്. അപ്പൊ ഭട്ടലോലനാണ് അതിന്റെ ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മൾ ചില ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതിന്റെ മെറ്റീരിയൽസിനെ കുറിച്ച് ലോഡ് ചെയ്യാൻ വൈകുന്നുണ്ട്, അത് വൈകാതെ ചെയ്യും. ഓക്കെ, രാവിലെയാണ് ക്ലാസ്. കാലത്ത് വേറെ ഒരു സെഷൻ ഉണ്ട് എനിക്ക്. ഞാൻ പറയാം, നാളെ മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കേട്ടോ. സാർ, ഒരു സംശയമുണ്ട്. പറയൂ സാർ. തിരുനെല്ലൂർ കരുണാകരൻ മേഘസന്ദേശം എന്ത് പേരിലാണ് സാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? തിരുനെല്ലൂർ മേഘസന്ദേശം എന്നുള്ള പേരാണ്. മേഘസന്ദേശത്തിന് അദ്ദേഹം മേഘസന്ദേശം തന്നെയാണ് അതിന്റെ പേരെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതെ, മേഘസന്ദേശം എന്നാണ് അതിന്റെ പേര് മാറ്റിയിട്ടില്ല. മേഘസന്ദേശത്തിന് ഓർമ്മയിൽ മാറ്റിയിട്ടില്ല. അത് എൻ അജയ്കുമാറിന്റെ ഒരു പഠനമുണ്ട്, നോക്കിയിട്ട് പറയാൻ വേണ്ടി. തർജ്ജമ സിദ്ധാന്തവും പ്രയോഗത്തിലുമാണ് എന്റെ ഒരു ഓർമ്മ. അതിനകത്ത് ഈ മേഘസന്ദേശ തർജ്ജമകളെ കുറിച്ചൊരു പഠനമുണ്ട്. ഒന്ന് നോക്കി നോക്കുക, അല്ലെങ്കിൽ നോക്കിയിട്ട് പറയാം. ഓർമ്മ ശരിയാണെങ്കിൽ ആരുടെ ഇവിടെയൊക്കെ മേഘസന്ദേശം തന്നെയാണ്. നോക്കിയിട്ട് അത് കൃത്യമായിട്ട് പറയാം കേട്ടോ. താങ്ക് യു സർ.